തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം യു.ഡി.എഫിന് കനത്ത നിരാശയും തിരിച്ചടിയുമാണ്. ഇടതുമുന്നണിക്ക് മികച്ച വിജയമാണ് നേടാനായത്. തെരഞ്ഞെടുപ്പ് നടന്ന 30 വാർഡുകളിൽ 17ലും ഇടതുമുന്നണിക്കാണ് വിജയം. യു.ഡി.എഫ് 12 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ ബി.ജെ.പിക്ക് ഒറ്റ സീറ്റ് പോലും നേടാനായില്ല. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ സീറ്റിൽ എസ്.ഡി.പി.ഐ വിജയിച്ചു. യു.ഡി.എഫ് വോട്ട് വൻതോതിൽ ചോർന്നു. ആ വോട്ടുകളാണ് എസ്.ഡി.പി.ഐക്ക് തുണയായത്. കോൺഗ്രസ്, എസ്.ഡി.പി.ഐ, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെപ്പറ്റി എൽ.ഡി.എഫ് ഉന്നയിച്ച വിമർശനങ്ങൾ ശരിവെക്കുന്ന വോട്ടു സഹകരണ കണക്കുകളിൽ വ്യക്തം. ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ അവർ നേടിയ വൻ വിജയം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആഗ്രഹിക്കുന്ന യു.ഡി.എഫ് നേതൃത്വത്തിന് ഫലം തിരിച്ചടിയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പിയെ തോൽപ്പിച്ച് എൽ.ഡി.എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയതും ശ്രദ്ധേയമാണ്. എൽ.ഡി.എഫ് 3ാം വട്ടവും അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ, CPIM, അഡ്വക്കേറ്റ് വസന്ത് സിറിയ, കോൺഗ്രസ്, M. ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. CPIM പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് ആദ്യം, വസന്ത് ചർച്ചയിലേക്ക്, കോൺഗ്രസ് പ്രതിനിധി ചർച്ചയിലേക്ക് എത്തുന്നതേയുള്ളൂ. ഞാൻ ഈ സൂചിപ്പിച്ച കണക്കുകൾ, ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായി ഇടതുമുന്നണിയെ സംബന്ധിച്ച് ആവേശകരമായൊരു കണക്കും സാഹചര്യവും തന്നെയാണ്. 30ൽ 17 സീറ്റുകൾ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ എത്ര നേടി? ഇതേ 30 സീറ്റുകൾ 2020 പരിശോധിച്ചാൽ മുൻപ് നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പിൽ നേടാനായിട്ടുണ്ട് എന്നതുപോലുള്ള കണക്കുകളൊക്കെ നിശ്ചയമായും മുന്നണിയുടെ രാഷ്ട്രീയ ആവേശം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ മുന്നണിയുടെ ആത്മവിശ്വാസം, രാഷ്ട്രീയമായ ആത്മവിശ്വാസം, അതിന് ഈ ഒരു ചെറിയ കണക്കിനെ മാത്രം ആശ്രയിച്ച് അത് ആകെ ഒരു വലിയ ആത്മവിശ്വാസത്തിലേക്കും വലിയ സാധ്യതയിലേക്കും വലിയ നേട്ടത്തിലേക്കും പോകുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഉചിതമാണോ, ശരിയാണോ അരുൺകുമാർ? ഇപ്പോൾ തദ്ദേശ സ്വയംഭരണത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അത് ഒക്ടോബറിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുക. ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു 5 മാസം കഷ്ടിയുള്ളൂ നമ്മുടെ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇതിൻ്റെ ഇടയിൽ വരാനും സാധ്യതയില്ല. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ 13 ജില്ലകളിലെ 30 വാർഡുകളിലായിട്ട് നടന്നത്. അതിൽ പകുതിയിലധികം 17 സീറ്റുകളിൽ ആധികാരികമായിട്ടുള്ള വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനവും ആത്മസംതൃപ്തിയും ശുഭാപ്തി വിശ്വാസവും എല്ലാം നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള നുണപ്രചരണവും അതുപോലെ തെറ്റായിട്ടുള്ള വാർത്തകളുടെ പ്രചരണവും അപമാനിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന പലതരത്തിലുള്ള ഇടപെടലുകളും എല്ലാം നടക്കുന്നു. അവ ശരിവെച്ചുകൊണ്ട് മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം ഏറ്റെടുക്കുന്ന സാഹചര്യവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര തെറ്റായിട്ടുള്ള വാർത്തയാണ് പ്രതിപക്ഷം പ്രചരിപ്പിച്ചാലും അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള സാഹചര്യങ്ങളെ ഒന്ന് പരിശോധിക്കാതെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഒന്നാമതാണെന്ന് അഹങ്കാരം കൊള്ളുന്ന പത്രങ്ങളും ചാനലുകളും അത്തരം വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇവിടെ എഥനോളിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്യനയത്തിൽ വന്ന മാറ്റവുമായി ബന്ധപ്പെട്ട് കവിത എന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനത്തെ മന്ത്രി ഇവിടെ എത്തിയെന്നും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അന്ന് സ്പീക്കറായിരിക്കുമ്പോൾ ചർച്ച നടത്തി, ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച ദിവസം, പിറ്റേ ദിവസം മനോരമ പത്രത്തിലെ ലീഡിംഗ് വാർത്തയായിട്ട് കവിതയുടെ വരവിനെ കുറിച്ചിട്ടാണ് എഴുതിയത്. ദിവസങ്ങൾക്ക് ശേഷം സത്യം മനസ്സിലായപ്പോൾ ആ ചരമ പേജിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒരു തിരുത്തു വാർത്ത കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അതേപോലെ 2 ദിവസം മുമ്പ് ഇവിടെ ആഗോള സംഗമം നടക്കുന്ന, ആഗോള ഇൻവെസ്റ്റേഴ്സിൻ്റെ സംഗമം നടക്കുന്ന ദിവസം മനോരമ പത്രം തന്നെ പ്രഹസനമോ PSC എന്ന് പറയുന്ന ഒരു വലിയ വാർത്ത കൊടുത്തു. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് മനോരമയുടെ തന്നെ ഓൺലൈൻ പത്രത്തിൽ UPSCയുടെ കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്പർ 1 ആണ് കേരളം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ നിയമനം നടക്കുന്നത്, രാജ്യത്ത് നടക്കുന്ന നിയമനത്തിൻ്റെ പകുതിയിലധികം കേരളത്തിലാണെന്ന് മനോരമയും മനോരമയുടെ തൊഴിൽ വീതിയിലും വാർത്ത കൊടുത്തു. തൊഴിൽ വീതിയുടെ ഹെഡിങ് തന്നെ ഫസ്റ്റ് പേജിലുള്ള വാർത്തയാണ്. അപ്പോൾ അവരുടെ വാർത്തയെ തന്നെ തള്ളി ഈ ആഗോള സംഗമത്തിൻ്റെ ചർച്ച നടക്കുന്ന ദിവസം തെറ്റിദ്ധരിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതേ പത്രം തന്നെ വാർത്ത കൊടുക്കുന്നു നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങളാണ്. തെറ്റാണെന്ന് ബോധ്യമുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ജനങ്ങളിൽ സംശയമുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള വാർത്തകൾ നടക്കുന്ന, നുണപ്രചരണം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ 30 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. അതേപോലെ തന്നെ AI ക്യാമറ നടപ്പാക്കിയപ്പോൾ, ജലമെട്രോ കൊണ്ടുവന്നപ്പോൾ, K-ഫോൺ കൊണ്ടുവന്നപ്പോൾ, അതുപോലെ ഇപ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വസ്തുതാവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആഴ്ചകൾ, മാസങ്ങൾ ചർച്ച നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ
ഇവിടെ ചില മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അന്വേഷണം, അതുപോലെ തന്നെ വാളയാർ കേസ്, അതുപോലെ തന്നെ ജയിൽ മോചിത 19 വർഷമായി ജയിലിൽ കിടന്ന ആൾക്ക് വിടുതൽ കൊടുക്കാൻ ജയിൽ അഡ്വൈസറി കമ്മിറ്റി എടുത്ത തീരുമാനം സർക്കാരിനെതിരെ ഒരാഴ്ച ചർച്ച നടത്തി. ഇപ്പോൾ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ആരാണ് ആ സമരത്തിൽ പങ്കെടുക്കുന്നതെന്നും ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള വസ്തുതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി വാർത്തകളും ഇടപെടലുകളും പ്രചരണവും നടത്തിയ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റിൽ ആധികാരികമായിട്ടുള്ള വിജയം നേടി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 7 സീറ്റിൽ 3-ാം സ്ഥാനത്ത് പോയി. പല സീറ്റുകളിലും കോൺഗ്രസ് LDFും UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എടുത്താൽ UDFിന്റെ വോട്ടിന്റെ ഇരട്ടിയോളം മേടിക്കാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും നമ്മൾ പ്രചരിപ്പിച്ചു പറഞ്ഞു, വർഗീയ ശക്തികളുമായി UDFിന്റെ സന്ധി ചേരൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കൂട്ടുകെട്ട് ആ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരസ്യമായി SDPIയുടെ പിന്തുണ വാങ്ങിക്കുകയും പിന്തുണ കൊടുക്കുകയും ഒരുമിച്ച് വേദി പങ്കിടുകയും എല്ലാം ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ വർഗീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ട് കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും മതനിരപേക്ഷ ഇടപെടലുകളിൽ വിള്ളലുണ്ടാക്കുമെന്നും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അവസാനം നമ്മുടെ മുന്നിലുണ്ടല്ലോ പുലിപ്പാറ വാർഡിലെ വോട്ട്. LDFിന് 279 വോട്ടാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. അത് 448 മാറി. പ്ലസ് 169 വോട്ടാണ് നമുക്ക് LDFിന് കൂടിയത്. UDFിന് കഴിഞ്ഞ തവണ 455 വോട്ട് ലഭിച്ചിരുന്നു. UDFിന്റെ കയ്യിലിരുന്ന വാർഡാണ്. ആ 455 വോട്ട് നേരെ 148 കുറഞ്ഞു. 307 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. SDPIക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 363 വോട്ട് കിട്ടി 2-ാം സ്ഥാനത്തായിരുന്നു. അത് 674 വോട്ടായി. അതായത് UDFിന് കുറഞ്ഞ 307 വോട്ട് 311 വോട്ടിന്റെ വർധനവ് SDPIക്ക് ഉണ്ടാവുകയാണ്. അവിടെ BJPക്ക് 125 വോട്ട് ഉണ്ടായിരുന്നു, 39 കുറഞ്ഞു. അവർക്ക് 86 വോട്ട് കുറഞ്ഞു. അപ്പോൾ വർഗീയ ശക്തികളുമായി ഇത്തരത്തിൽ കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ അത് വലിയ തരത്തിൽ കോൺഗ്രസിന്റെ ഉള്ളടക്കത്തെയും അവരുടെ രാഷ്ട്രീയത്തെയും തകർക്കുമെന്ന് പലതവണ നമ്മൾ ആവർത്തിച്ചതാണ്. ഭൂരിപക്ഷ വർഗീയതയുമായിട്ട് സന്ധി ചേരുമ്പോൾ തൃശ്ശൂർ നമ്മൾ കണ്ടു. 86,965 വോട്ടാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്നും ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടത്. അവിടെ BJP 74,000 വോട്ടിന് വിജയിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. നേമത്തും BJP ജയിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം, 14,000 വോട്ടിൽ നിന്ന് BJP ജയിച്ചു കയറാനുണ്ടായ സാഹചര്യം 60,000-ലധികം വോട്ട് കിട്ടിയ കോൺഗ്രസിന്റെ വോട്ട് 16,000 കുറഞ്ഞപ്പോഴാണ്, വലിയ ഭീമമായിട്ടുള്ള ഇടിവ് വന്നപ്പോഴാണ്. അപ്പൊ ഇത്തരത്തിൽ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വർഗീയ കക്ഷികളുമായി സന്ധി ചേരലും വികസന രാഷ്ട്രീയത്തിനെതിരെ നിലനിൽക്കുന്നതും തെറ്റായിട്ടുള്ള വ്യാജ വാർത്തകളുടെ പുറകിൽ പോകുന്നതും പ്രതിപക്ഷം എന്നുള്ളത് എല്ലാത്തിനെയും എതിർക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷമാണ് എന്ന ധാരണയോടെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുന്നതും എല്ലാം നമ്മൾ കാണുകയാണ്. ഇതിനെതിരെ ജനങ്ങൾ കൊടുത്ത ചുട്ടയായിട്ടുള്ള മറുപടിയായിട്ട് തന്നെ ഇതിനെ കാണാൻ കഴിയും. കാരണം BJPക്ക് ഒറ്റ സീറ്റില്ല, SDPIക്ക് ഒരു സീറ്റ് കിട്ടിയത് കോൺഗ്രസിന്റെ വിശദമായി ആ ചർച്ചയിലേക്ക് അരുൺകുമാർ പോകേണ്ടതായിട്ട് വരും. ആധികാരികമായിട്ടുള്ള വിജയം നേടിയെടുക്കാൻ കഴിയും. ശരി, നമുക്കതിലേക്ക് തന്നെ വിശദമായി മറ്റുള്ളവരുടെ പ്രതികരണം കൂടി വരുന്നതോടെ ആ ചർച്ചയിലേക്ക് പോകേണ്ടി വരും. ഒരു ചെറിയ കാര്യം കൂടി, നേരത്തെ മാധ്യമങ്ങളുടെ സമീപനത്തെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അരുൺകുമാറിൻ്റെ ഇന്നത്തെ FB പോസ്റ്റിൽ കണ്ടൊരു കാര്യം, 30-ൽ 17 CPIM വിജയിച്ചത് വാർത്തയായില്ലെങ്കിലും വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പുല്ലിന് തീപിടിച്ചത് CPMകാരാലാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ അതൊരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാക്കാൻ കാണിക്കുന്ന ആ ജാഗ്രതയെ താങ്കൾ സ്മരിച്ചിട്ടുണ്ട്. ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതൊന്ന് എന്തായിരുന്നു, അങ്ങനെയും ഒരു വിമർശനം കണ്ടു. അതായത് പ്രധാനമായും 30-ൽ 17 സീറ്റ് കിട്ടി ഒരു മുന്നണി, പ്രത്യേകിച്ച് ഭരണകക്ഷി, സാധാരണ 9 വർഷമായിട്ട് തുടരെ ഭരണത്തിലിരിക്കുന്ന ആ ഭരണത്തിനെതിരെ ഒരു ഭരണവികാരവും ഇല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിജയം കിട്ടുമ്പോഴും ആ ചാനൽ പ്രചരിപ്പിച്ചത് വിജയാഹ്ലാദം നടത്തിയപ്പോൾ പടക്കം പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഒരു തരി തെറിച്ച് അവിടുത്തെ പുല്ലിന് തീ പിടിച്ചു. ആ പുല്ലിന് തീ പിടിച്ചത് CPM കാരണമെന്ന് ആ CPMന്റെ പേരും കോട്ട് ചെയ്തുകൊണ്ടുള്ളൊരു വാർത്ത. അപ്പോൾ മാധ്യമങ്ങൾ ഓരോ വാർത്തകൾക്കും കൊടുക്കുന്ന പ്രാധാന്യം അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തത്. നിരവധി ആളുകൾ അതിൽ കമൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാധ്യമങ്ങൾ ഓരോ വാർത്തകൾക്കും കൊടുക്കുന്ന പ്രാധാന്യം എങ്ങനെയെങ്കിലും CPMനെ എതിരെ ഒരു വാർത്ത എഴുതാൻ കിട്ടിയ അവസരമാണ് പടക്കം പൊട്ടിച്ചപ്പോൾ പുല്ലിന് ചെറുതായിട്ട് തീ പിടിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ആധികാരികമായിട്ടുള്ള വിജയം കാണാതെ ആ പുല്ലിന് തീ പിടിച്ചതിന് പ്രാധാന്യം കൊടുത്തപ്പോഴാണ് ഞാനത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത്. തീർച്ചയായും അത് വായിക്കുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയ വിമർശനമുണ്ട്, ഒരു കൗതുകമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നേരത്തെ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനത് സാന്ദർഭികമായി ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിലേക്ക് പോവുകയാണ്. ശ്രീ ജയചന്ദ്രൻ ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കാലയളവിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയാണ് UDFന് ഒരു മേൽക്കൈ നേടിയത്. പക്ഷേ കേൾക്കാൻ സാധിക്കുന്നില്ല, ഭയങ്കര ലോയ.
നെറ്റ് വളരെ വീക്കാണെന്നല്ലേ? നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ വരാം, വസന്തിയിലേക്ക് വരാം. അതൊന്ന് പരിശോധിക്കാം. റൈറ്റ്, ശ്രീ ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, ഇതിൻ്റെ പൊതുവായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് LDF, UDF, BJPയെ സംബന്ധിച്ച് വളരെ ശോകമാണ്. കാരണം ഒരു സീറ്റ് പോലും നേടാനായിട്ടില്ല. അതേസമയം തിരുവനന്തപുരം നഗരസഭയിൽ സിറ്റിംഗ് സീറ്റ് LDF നിലനിർത്തുന്നു. മാത്രവുമല്ല, ഈ നഗരസഭയിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലൊക്കെ LDFിൻ്റെ സീറ്റുകൾ നഷ്ടപ്പെടാത്ത വിധം അതിനെ നിലനിർത്താൻ മുൻപും തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പാങ്ങോട് പുലിപ്പാറ വാർഡിലെ സാഹചര്യം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ LDF, UDF താരതമ്യത്തിലേക്കൊക്കെ താങ്കൾ വരുന്നതിന് മുമ്പ് ഇതിലെ നമ്പറുകൾ, ഇതിൻ്റെ ഗൗരവം, ഇത് മുന്നണികൾക്ക് സാധ്യതയും നേട്ടവുമാകുന്ന സവിശേഷമായ റിസൾട്ടുകൾ താങ്കൾ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെ പറയും? ഈ 30-നെക്കുറിച്ച്, ഈ 30 വാർഡുകളെക്കുറിച്ച്, അതിൻ്റെ റിസൾട്ടിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കും? എന്താണ് പറയാനുള്ളത്? ശരത്തെ, അതിൻ്റെ ഇപ്പോൾ പ്രാഥമികമായിട്ട് ശ്രീ അരുൺകുമാർ അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു. എനിക്കതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ് ഓർമ്മിപ്പിക്കാനുള്ളത്, അല്ലെങ്കിൽ കാണുന്നത്. അത് നോയിക്കോളൂ, കഴിഞ്ഞ ഏപ്രിൽ 26-നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ജൂൺ 4-നായിരുന്നു റിസൾട്ട്. അതിനുശേഷം 6, 1, 7, 8 മാസം എത്താറാവുന്നു. അപ്പം അതിനകം ഈ ജനങ്ങൾ നിരാകരിച്ച ഒരു മുന്നണിയായിട്ടാണ് അന്ന് ചിത്രീകരിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ആ മുന്നണിയാണ് ഈ കുറഞ്ഞ 6-7 മാസം കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് തിരിച്ചു വരാൻ പരിശ്രമിക്കുകയും അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 13 ജില്ലകളിലായി നടന്ന 30 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ മികച്ച അഭിമാനകരമായ വിജയം നേടുകയും ചെയ്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട വസ്തുത ചൂണ്ടിക്കാണിക്കാനുള്ളത്. 2, ഈ മാധ്യമങ്ങളുടെ കാര്യമാണ് രണ്ടാമത് പറയാനുള്ളത്. അതായത് മീഡിയയുടെ ആകെയുള്ള ഒരു ട്രെൻഡിങ് ന്യൂസ്, വാർത്താ പ്രവണത എന്താണെന്ന് പരിശോധിച്ചാൽ അത് ഏറ്റവും പ്രധാനമായി ആൻറ്റി ഗവൺമെൻറ്റാണ്. അതിലും പ്രധാനമായി അത് ആൻറ്റി CPM ആണ്. അതിലും ഏറ്റവും പ്രധാനമായി അത് ആൻറ്റി പിണറായിയാണ്. അങ്ങനെയാണ് കേരളത്തിലെ മീഡിയ സെറ്റായിരിക്കുന്നത്. അവർ ട്രെൻഡിങ് ന്യൂസായിട്ട് കൊടുക്കുന്നത് മുഴുവനും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണ് തെരഞ്ഞുപിടിച്ച് കൊടുക്കാൻ എപ്പോഴും പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും അതിനു വേണ്ട നിർമ്മിതികളെല്ലാം നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ ഈ നിർമ്മിതികളെ LDFന് തെറ്റുപറ്റാത്ത മഹാശയന്മാരുടെ മാത്രം ഒരു മുന്നണിയായിട്ട് ആരും അവതരിപ്പിക്കുന്നില്ല. LDFന് തെറ്റുപറ്റാറുണ്ടെന്നേ. ആ പറ്റിയ തെറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തങ്ങളെ ശിക്ഷിച്ചത് തങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന ജനങ്ങളുടെ ബോധ്യമാണ് എന്ന് തന്നെ CPM തിരിച്ചറിഞ്ഞല്ലോ. തിരുത്താനുള്ള ശ്രമങ്ങളിൽ അവർ തുടങ്ങുകയും ചെയ്തല്ലോ. അപ്പോൾ തെറ്റ് പറ്റിയാൽ തിരുത്താൻ കഴിയുന്ന മുന്നണിയാണ് LDF എന്നും UDFിനേക്കാളും എന്തുകൊണ്ടും തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ മുന്നണിയായിട്ട് ഇപ്പോഴും കേരളത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ബോധ്യപ്പെടുന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് LDF ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഇന്ന് വന്നിട്ടുള്ള ഈ റിസൾട്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെയല്ലാതെ മറ്റൊരു രൂപത്തിൽ കാണാൻ കഴിയില്ല. പിന്നെ ഈ SDPI വിജയം അത് പ്രത്യേകമായി പരിശോധിക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ഈ പറഞ്ഞതുപോലെ ഒരു വ്യത്യാസമുണ്ട്. ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ആകെയും SDPIയും ചേർന്നുള്ള ഒരു റിസൾട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒന്നുകൂടെ ചേർക്കാനുണ്ട് അതിൽ BJP. അപ്പോൾ BJPയും കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDFും പ്ലസ് SDPIയും ചേർന്ന ഒരു കോംബോയാണ് ഇവിടെ ആ തരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവ് സ്റ്റാറ്റിക്സ് തന്നെയാണല്ലോ, കണക്ക് തന്നെയാണല്ലോ ഏറ്റവും വലിയ തെളിവ്. ആ തെളിവിൽ ഇപ്പോൾ അരുൺകുമാർ അത് ചൂണ്ടിക്കാണിച്ചു. ഇവർക്ക് കിട്ടിയ വോട്ട് കഴിഞ്ഞ 2020-നേക്കാളും 86 വോട്ടാണ് BJPക്ക് കുറവ്. 2020-ൽ 125 വോട്ടാണ് ആ വാർഡ് കിട്ടിയതെങ്കിൽ ഇത്തവണ എത്രയാണ്? 39 വോട്ടാണ്. എവിടെ പോയി BJPയുടെ വോട്ട്? അതുപോലെ തന്നെയല്ലേ UDFിൻ്റെ 454 വോട്ട് 2020-ൽ കിട്ടിയപ്പോൾ ഇത്തവണ കിട്ടുന്നത് 148 വോട്ട്. എവിടെ പോയി 306 വോട്ട്? അപ്പം മറ്റവർക്കോ SDPയെ കുതിക്കുന്നത് എങ്ങോട്ടാണ്? അന്ന് 363 കിട്ടി. എവിടെ? 2020-ൽ. 25-ൽ വന്നപ്പോഴോ 674 വോട്ടായി, 311 വോട്ട് കൂടുതൽ. അപ്പോൾ കോൺഗ്രസ്സിന് കുറഞ്ഞത്, BJPക്ക് കുറഞ്ഞത് എല്ലാം കൂടെ ചേർത്ത് SDPക്ക് കൊടുക്കുകയാണ്. എന്തിന്? LDFനെ തോൽപ്പിക്കാൻ. എന്നിട്ടോ അപ്പോൾ LDFന് 2020-ൽ 279 വോട്ടേ ഉള്ളായിരുന്നു. ഇത്തവണ കിട്ടിയതോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്.
ശ്രദ്ധിക്കേണ്ടത് 448 വോട്ടാണ് എൽ ഡി എഫിന് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ 169 വോട്ട് കൂടുതൽ കിട്ടി. എന്നിട്ടും അതാണ് ഇത്രയും വലിയ രാഷ്ട്രീയ കാപട്യമല്ല, രാഷ്ട്രീയ വഞ്ചന, ചതി, ജനങ്ങളോടല്ല ഈ വഞ്ചനയും ചതിയും കാണിക്കുന്നത്. കാണിച്ചിട്ട് പോലും എൽ ഡി എഫിനൊപ്പം 2020 കൂടുതൽ 2029 വരുമ്പോൾ ഇത്രയും അധികം വോട്ടുകളാണ് ജനങ്ങൾ കൊടുത്തത്. എന്നിട്ട് പോലും അപ്പോഴാണ് മറുഭാഗത്തുള്ള ഈ കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDF മറുവശത്ത് BJPയും ചേർന്ന് SDPയെ ഇങ്ങനെ വിജയിപ്പിക്കാനായി ഉള്ള പണി കാണിച്ച് അവരെ ഈ വോട്ടിന് വിജയിപ്പിച്ചത്. 674 വോട്ട് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇത് കേരളത്തിൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇത്തവണ ഇനി വരാൻ പോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പയറ്റാൻ പോകുന്ന തന്ത്രം എന്ത് എന്നുള്ളത് ഇവിടെ വെളിവാക്കുന്നുണ്ട്. എന്നിട്ട് എപ്പോഴും അലറി വിളിച്ച് കൂവുന്ന എന്താണ്, CPIM-ഉം BJPയും തമ്മിൽ എന്തോ അന്തർധാരയാണത്രേ, സജീവമാണത്രേ ധാരകളെല്ലാം. ഇതാണ് ചർച്ച മുഴുവൻ വരുന്നത്. പക്ഷേ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എവിടെയാണ് അന്തർധാര ഉള്ളത്. അല്ല, അങ്ങനെ പറയുമ്പോൾ തിരുവനന്തപുരം, ഞാനതാണ് നേരത്തെ പറഞ്ഞ ശ്രീ ജയചന്ദ്രൻ, തിരുവനന്തപുരം നഗരസഭയിലേക്ക് നമ്മൾ നോക്കേണ്ടി വരും. ഇന്നലെ അടക്കം രാത്രിയിലൊക്കെ വൈകുന്നേരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് BJP നേതാക്കളും ഒക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ നാളെ നോക്കിക്കോളൂ, ശ്രീവരാഹത്ത് LDFിൻ്റെ സിറ്റിംഗ് സീറ്റ് ഞങ്ങൾ പിടിക്കുന്നു, അതോടുകൂടി ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ എന്ന നിലയിലേക്ക് അത്ര വലിയ ആത്മവിശ്വാസം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തോടു കൂടിയാണ് BJP ശ്രീവരാഹത്ത് പ്രവർത്തിച്ചത്. പക്ഷേ ആ സിറ്റിംഗ് സീറ്റ് LDFിനെ നിലനിർത്താനായി മുൻ ഉപതെരഞ്ഞെടുപ്പുകളിലും അത് തന്നെ സംഭവിച്ചു എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു പൊളിറ്റിക്കൽ സീൻ അതിലുണ്ട്. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുമ്പോൾ BJP തിരുവനന്തപുരത്തെ കാട്ടിയാണ് തങ്ങളുടെ വളർച്ചയെ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്തോ സംഭവിപ്പിക്കാൻ പോകുന്നു, അതിന് വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ടല്ലോ തുടർച്ചയായി. BJPയുടെ ഒരു സുഹൃത്ത് നേതാവാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള തുടക്കമാണ് ഞങ്ങൾ ശ്രീവരാഹത്തും തുടങ്ങാൻ പോകുന്നത്, താങ്കൾ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു തുടക്കം തുടങ്ങിയായിരുന്നു, പക്ഷേ അന്നും പറഞ്ഞത് ആ സുഹൃത്തിന് ഇന്ന് അതെ ഞാൻ വിളിച്ചു നോക്കി, പക്ഷേ ഫോൺ എടുത്തില്ല. അപ്പോൾ ഇത് കൃത്യമായ ക്രോസ് സെക്ഷനാണ് ഇന്ന് നടന്നത്. കേരളത്തിൽ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ജില്ലകളിലെ ജനങ്ങളുടെ ഒരു പരിച്ഛേദം. ആ പരിച്ഛേദമാണ് വോട്ട് ചെയ്ത് എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് വ്യക്തമാക്കിയത്. ഞാനീ പറഞ്ഞതുപോലെ LDFിന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ തെറ്റുകുറ്റങ്ങൾ തിരുത്തി മുമ്പോട്ട് പോകാൻ LDF തയ്യാറാവുന്നു, ജനങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് മറുവശത്തെ മുന്നണിക്കുള്ള ഗതികേടെന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറി കൂടി ചർച്ചയിലേക്ക് വരികയാണ്. വസന്ത്, സ്വാഭാവികമായും ഇന്നിപ്പോൾ കാണുന്ന 17-12 എന്ന് പറയുന്നത് LDFിന് 17, UDFിന് 12 എന്നുള്ളത് മറിച്ചായിരുന്നുവെങ്കിൽ ആദ്യ വാചകം വസന്തിൻ്റെ ഈ ചർച്ചയിൽ എന്താകും എന്ന് ചോദിച്ചാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു, ഈ സർക്കാരിൻ്റെ കാറ്റുപോയി, ഈ സർക്കാരിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു നില സ്വീകരിച്ചതിന് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ന് ഈ ചർച്ചയിൽ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ജനവിധിക്ക് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു പൊസിഷൻ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അത് നിശ്ചയമായി മുന്നണിയെ സംബന്ധിച്ച് അതിലൊരു തിരിച്ചടിയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല വന്നത് എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ താങ്കൾ തയ്യാറാകുമോ? ഒന്ന്, അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ഭരണമുന്നണിയെ സംബന്ധിച്ച് അവർക്ക് ജനപിന്തുണയുണ്ട്, അവരുടെ അടിത്തറ ശക്തമാണ്, ഭദ്രമാണ് എന്ന് അവർ ധരിക്കുന്നതിലും തെറ്റൊന്നുമില്ലല്ലോ. ശ്രീ ശരത്, നോക്കൂ, ഒന്നാമതായി തന്നെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകൾ അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ വിലയിരുത്തലാണ് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. വ്യക്തിപരമായി സ്വാഭാവികമായും അവിടെ വിവിധ ഘടകങ്ങൾ ബാധിക്കും. അവിടെ ചിലപ്പോൾ മരണം കാരണമായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. അങ്ങനെ മരണം കാരണം ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വൈകാരികമായ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ജോലി സന്നദ്ധമായി വിദേശത്തേക്ക് പോയതോ അല്ലെങ്കിൽ രാജിവെച്ചതോ ആയ ഒഴിവിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ പൂർണ്ണാർത്ഥത്തിൽ അത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയോ പ്രതിപക്ഷത്തിനൊന്നും വിലയിരുത്തലാണ് എന്ന് വിശ്വസിക്കാൻ. വസന്ത്, അതിലൊരു വസന്തിനോടാണ് ഞാൻ ഇടപെടുകയല്ല. വസന്ത് പറഞ്ഞതിലൊരു പ്രശ്നമുള്ളത്, നിങ്ങൾക്കായിരുന്നു ഈ 30 സീറ്റുകളിൽ മുൻതൂക്കം. സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ പറഞ്ഞ കാരണങ്ങളാലുള്ള മുൻതൂക്കത്തെ ജനങ്ങൾ നിരാകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിൽ LDFിന് കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ കാലയളവിൽ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അഡ്വാൻറ്റേജ് LDFിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് വന്നപ്പോൾ വസന്ത് പറഞ്ഞ പോലെയല്ല അന്ന് ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾ, ചാനൽ വക്താക്കൾ ചർച്ചയിലും നേതാക്കൾ പ്രതികരിച്ചതും
ഭരണവിരുദ്ധ വികാരമാണ് ഈ ജനവിധിയിൽ പ്രതിഫലിക്കുന്നത്. നിങ്ങൾക്ക് നേട്ടമായാൽ ഭരണവിരുദ്ധ വികാരം, നിങ്ങൾക്ക് തിരിച്ചടിയായാൽ അതിന് പല ഘടകങ്ങൾ, ആ ഘടകങ്ങളൊന്നും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടല്ല എന്ന് പറയുന്നതിലെ നമ്മുടെ മുമ്പിൽ തന്നെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. തൊട്ടു മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടം വന്നപ്പോൾ പറഞ്ഞതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിടത്തും 20-ൽ 10 സീറ്റ് 1 ലക്ഷം വോട്ടിന് ജയിച്ചിട്ടില്ല യു ഡി എഫ് എന്നല്ല LDF-ഉം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകൺവൻസിയുടെ കൊടുങ്കാറ്റാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? അല്ല, UDF അങ്ങനെയാന്ന് പറഞ്ഞത്. മാസം കഴിഞ്ഞപ്പോൾ UDF അങ്ങനെയാ പറഞ്ഞത്. UDF-ന്റെ വിലയിരുത്തൽ അതായിരുന്നു. അത് തന്നെയാണ്. അല്ല, അപ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ? അത് കേരളത്തിലെ ഭരണത്തിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല. എന്നിട്ടും നിങ്ങൾ അത് പറഞ്ഞു. കുറെ കൂടി ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന പ്രാദേശിക വികാരങ്ങളും പ്രാദേശിക രാഷ്ട്രീയവും സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കുന്ന തദ്ദേശത്തിലേക്ക് വന്നാൽ ഒട്ടുമേ അല്ല. ഇതിലൊരു ഇരട്ടത്താപ്പില്ലേ നിലപാടിൽ? അല്ല, ഒരു ഇല്ല. അങ്ങ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായുള്ള കാര്യമാണ്. ഇനി വിലയിരുത്തപ്പെടണമല്ലോ. എന്താണ്, ഞങ്ങൾക്ക് സീറ്റ് കുറഞ്ഞോ? ഇല്ല, ഞങ്ങൾക്ക് സീറ്റ് കൂടുകയാണ് ഉണ്ടായത്. LDF-ന് എന്തുണ്ടായി? LDF-ന് സീറ്റ് കുറയുകയും ചെയ്തു. മാർക്ക് കുറയുന്ന കുട്ടിക്ക് കയ്യടി കൊടുക്കുകയും മാർക്ക് കൂടിയ കുട്ടിക്ക് നീ തോറ്റു കേട്ടോ എന്ന് പറയുന്നതുമാണോ ശരിയായ വിലയിരുത്തൽ? 12 ഞങ്ങൾ കടന്നു കയറുന്നു എന്നുള്ളത് മാത്രമല്ല, അത് 12 വലുത് 17 വലുത്? വോട്ടിനാണ്. 500-ൽ പരം വോട്ടിന് ഒരു പഞ്ചായത്ത് 30 സീറ്റിൽ 17 LDF-ന്, 12 നിങ്ങൾക്ക്. നിങ്ങൾ പറയുന്നു നിങ്ങൾക്കായിരുന്നു കഴിഞ്ഞ തവണ മേൽക്കൈ, അല്ല നിങ്ങൾക്കാണ് മേൽക്കൈ എന്നിപ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സീറ്റ് കൂടി എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഇതിലും കഷ്ടമായിരുന്നു എന്നല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്നു. 17 അപ്പോഴും വലുത്. 30-ൽ 17 വലുത്, 12 അല്ല. അല്ല, തീർച്ചയായും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഏറ്റിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി. അങ്ങേക്ക് അറിയാമല്ലോ. അതല്ല പറഞ്ഞത്. ഈ 30 ഇന്നിപ്പോൾ റിസൾട്ട് വന്ന 30-ൽ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്കായിരുന്നു 30-ൽ. ഈ 30 സീറ്റിൻ്റെ ഇതിന് മുമ്പ് സിറ്റിംഗ് സീറ്റ് ആരുടേതായിരുന്നു ആ വാർഡുകൾ എന്ന് നോക്കിയാൽ നിങ്ങൾക്കായിരുന്നു മുൻതൂക്കം. ആ മുൻതൂക്കം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ 12-ലേക്ക് ചുരുങ്ങി. LDF ആകട്ടെ ഒരു സർക്കാരിൻ്റെ കാലാവധി തീരാൻ പോകുന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഒരു 5 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നു. അപ്പോഴും അവരുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. വസന്തേ, 17-ലെത്തി. അതാണ് ഞാൻ പറഞ്ഞത്. 17 വലുത്, 12 അല്ല എന്ന്. അല്ല, SDPയുടെ കൂട്ടിക്കോ, അപ്പോൾ 13 ആയല്ലോ. 10 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 12-ലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ LDF-ന് 3 സീറ്റുകൾ കുറയുകയാണ് ഉണ്ടായത്. സംശയമുണ്ടോ? 20 സീറ്റുകൾ സിറ്റിംഗ് ഉണ്ടായിരുന്നു. 17 വലുത്? ശരി, ഇനി വാദത്തിന് അത് അംഗീകരിച്ചാൽ, വസന്ത് അത് അംഗീകരിച്ചു തന്നിരിക്കട്ടെ, അപ്പോഴും വലുത് 17. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 17, 12 അല്ലല്ലോ. സമ്മതിച്ചു. ഇനി എന്ന് മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്തിൽ ആകെപ്പാടെ ഉണ്ടാവുന്നത് 1500 വോട്ടാണ്. ഞങ്ങൾ ഒരു സീറ്റിൽ ജയിക്കുന്ന 816 വോട്ടിനാണ്. ഒരു സീറ്റിൽ 528 വോട്ടിന്. ഞങ്ങൾ ജയിച്ചതെല്ലാം ബഹുഭൂരിപക്ഷത്തിനും. LDF ജയിച്ചത് ഒരു സീറ്റ് 32 വോട്ട്, ഒരു സീറ്റ് 2 വോട്ട്, 16 വോട്ട്, 12 വോട്ട്, 3 സംഖ്യ. അവരെയൊന്നും തോറ്റതായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല വസന്ത്. അവരെ ഒന്നും നിങ്ങൾ ദില്ലിയിൽ വോട്ട് പിടിച്ച ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ച് BJPയെ ജയിപ്പിച്ച കൂട്ടരാണ്. അത് പോകട്ടെ. ഇവിടെ നിങ്ങൾ നോക്കൂ, പാങ്ങോട്, പുലിപ്പാറ, നിങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കുള്ളൂ. അത് പറയണം. അവിടെ എത്രയായിരുന്നു UDF-ന് കിട്ടിയ വോട്ട്? 455. ഇപ്പോഴെത്രയാണ്? 148. 300-ൽ പര വോട്ട് കുറഞ്ഞു. ആ 300-ൽ പര വോട്ടിന് തൃശ്ശൂരിൽ കണ്ട അതേ കണക്ക് SDPI ജയിച്ചു. ഇതിനാര് സമാധാനം പറയും? ഈ കണക്ക് പറയണ്ടേ? ഈ കണക്കിൽ നിങ്ങളുടെ വീഴ്ച അഡ്മിറ്റ് ചെയ്യണ്ടേ? അവിടെ LDF-നോ 279-ൽ നിന്ന് 448-ലേക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചു. പറയും. പത്തനംതിട്ടയിൽ എങ്ങനെയാണ് SDPIക്ക് ഭരണത്തിലിരിക്കാൻ സാധിച്ചത്? ഇപ്പോഴത്തെ കാര്യം പറയൂ വസന്ത്. അത് തന്നെ കളവാണ്. അത് കളവാണ് എന്ന് എത്രയോ ചർച്ചകളിൽ വന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ മുമ്പിൽ ഇന്ന് റിസൾട്ട് വന്നതിനെ കുറിച്ച് പറയാതെ താങ്കൾ വേറെ പലതും പറയുന്നത് എന്ത് ന്യായമാണുള്ളത്? അതുകൂടി പറയണ്ടേ? ഇത് പറഞ്ഞിട്ടല്ലേ അത് പറയേണ്ടത്? ഇതിന് വിശദീകരണം തന്നിട്ടല്ലേ അത് പറയേണ്ടത്? ഇനി പറഞ്ഞോളൂ, പ്രശ്നമില്ല. പക്ഷെ ഇത് പറഞ്ഞിട്ടല്ലേ അത് പറയേണ്ടത്? ഇന്നത്തെ കാര്യമല്ലേ ആദ്യം സംസാരിക്കേണ്ടത് വസന്ത്? ശ്രീ ശരത്, അങ്ങ് പറയുന്നത്. അങ്ങ് ആരോപിക്കുന്നത് ആരോപിക്കുന്നില്ല, കണക്കാണ് ആരോപണോ? എന്താണ് വസന്ത്? ഇത് ആരോപണമല്ല, കണക്കാണ്. നിങ്ങളുടെ വോട്ട് വിഹിതം, നിങ്ങളുടെ വോട്ടുകൾ കുത്തനെ കയ്യിൽ നിന്ന് പോയി. SDPക്ക് ആ വോട്ട് കിട്ടുന്നു, അവർ ജയിക്കുന്നു. LDF-ന്റെ വോട്ട് കൂടുന്നു. ഇത് കണക്കാണ്, ആരോപണമല്ല. അത് നിങ്ങൾ തമ്മിലായിക്കോളൂ.
ഞാൻ ചോദിക്കട്ടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറഞ്ഞത് SDPI ബാന്ധവം. അങ്ങ് ആരോപിക്കുന്നത് രഹസ്യധാരണയാണ്. ഏത് ഈ സീറ്റിൽ ഇല്ല, പരസ്യമാണ്. കുറഞ്ഞു പോയി, SDPI കോട്ട് പോയി, പരസ്യമാണ്. SDPI പാലക്കാട്ട് പരസ്യമായിരുന്നില്ലേ? തെറ്റ്. പാലക്കാട്ട് പരസ്യധാരണയായിരുന്നു. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കൊടി പിടിച്ച് വിജയാഹ്ലാദ പ്രകടനം നടത്തിയ SDPI. എന്ത് രഹസ്യധാരണ? എന്ത് രഹസ്യധാരണ? ഞാൻ ചോദിക്കുന്നത്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ, അഭിമന്യുവിന്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് നിങ്ങൾ പരസ്യമായി SDPIക്ക് പിന്തുണ നൽകി അവരെ അധികാരത്തിലെത്തിയില്ലേ? അവരുടെ ആ പിന്തുണ നേടി നിങ്ങൾ അധികാരത്തിൽ ശരിയാണോ? ദിവസങ്ങളെങ്കിൽ പോലും അതിന്റെ അകത്തൊരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നില്ലേ അന്ന്? അരുണിന്റെ മറുപടി, അരുണിന്റെ വിശദീകരണം വേണം ഇതിന്. അരുണിന്റെ വിശദീകരണം വേണം. കുറെ നാളായി വസന്ത് വരാം ഒന്ന് കേട്ടിട്ട്. കുറെ നാളായി എന്നിട്ട് പറഞ്ഞോളൂ. SDPIയുടെ പേരിലും RSSന്റെ പേരിലും പച്ചയായ നുണ ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. കുറെ പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ലിസ്റ്റ് കൊണ്ടുവന്ന് ചാനൽ ചർച്ചകളിൽ ഇരുന്ന് തുടരെയായി വായിക്കുക. കേരളത്തിൽ ഒരിടത്തും SDPIയുടെ പിന്തുണയോടെ കേരളത്തിൽ ഭരണത്തിലേറാൻ, പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ ഭരണത്തിലേറാൻ LDF ഒരു തരത്തിലും ഒരു ശ്രമം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഭരണവും നടക്കുന്നില്ല. വെറുതെ നുണ തന്നെ പ്രചരിപ്പിക്കുകയാണ്. നമുക്കറിയാം, പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു വന്നപ്പോഴേക്കും ഏറ്റവും ആദ്യം കയ്യിൽ കൊടിയും എടുത്ത് ആഹ്ലാദ പ്രകടനം നടത്തി LDFന്റെ ഓഫീസിന്റെ മുന്നിൽ വന്ന് മുദ്രാവാക്യം വിളിച്ച് നിന്ന് ആക്ഷേപ മുദ്രാവാക്യങ്ങൾ വിളിച്ചത് SDPI ആണ്. അടുത്ത കാലത്ത് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും SDPIയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ UDFന് കൊടുത്തതായി അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20,000 വോട്ടിന് പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം വോട്ട് ഞങ്ങളുടേതാണെന്ന് SDPI പത്രസമ്മേളനം നടത്തി പറഞ്ഞപ്പോൾ SDPIയുടെ വോട്ട് എന്തിനാ കയ്ക്കുമോ എന്നതാണ് വിജയിച്ച UDFന്റെ സ്ഥാനാർത്ഥി ചോദിച്ചത്. ഇവിടെ കൃത്യമായി ഇത്ര വോട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കണക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്? UDFന് 307 വോട്ട് നഷ്ടപ്പെട്ടു. ആ 307 വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ BJPക്ക് 86 വോട്ട് നഷ്ടപ്പെട്ടു. 311 വോട്ടിന് SDPI വിജയിച്ചു എന്നുള്ള കൃത്യമായ കണക്ക് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ കണക്ക് മനസ്സിലാക്കി പ്രതികരിക്കുക. അല്ലാതെ പഴയ ചരിത്രം നുണ വ്യാജ പ്രചരണത്തിൽ നിന്ന് നിങ്ങൾ ഇനിയെങ്കിലും പുറകോട്ട് പോകൂ എന്നതാണ് പറയാനുള്ളത്. ശരി, വസന്ത് വേഗം. അരുൺ നുണയുടെ പെരുമ്പറ കൂട്ടുകയാണ്. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയുകയാണ്. അത് അങ്ങ് ഇനിയും ആവർത്തിച്ചാൽ അങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് മാനനഷ്ടം നേരിടേണ്ടതായി വരും. എവിടെയാണ് പറഞ്ഞതെന്ന് കൂടി അങ്ങ് തെളിയിക്കേണ്ടതായി വരും. ഒരു കാര്യം ചോദിക്കട്ടെ, അരുൺകുമാറിനും റാലി നടത്താം. ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ താങ്കളുടെ കയ്യൊന്നും പിടിച്ചെടുക്കാൻ പോകുന്നില്ല. അത് അങ്ങേയുടെയും മൗലികാവകാശമാണ്. പിന്നെ SDPIയുമായി സഖ്യത്തിൽ ചേർന്നു ഞാനൊരു പേപ്പർ നോട്ട് എടുത്ത് ചാനൽ ചർച്ചയിൽ വായിക്കുകയല്ല അഡ്വക്കേറ്റ് അരുൺകുമാർ. ഞാൻ എന്റെ നാട്ടിൽ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ നിങ്ങൾ അധികാരത്തിലേറിയതിന്റെ കഥയാണ് പറയുന്നത്. ഇനി അത് തെറ്റാണെന്ന് അങ്ങ് തെളിയിച്ചാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. 2 ദിവസമെങ്കിൽ 2 ദിവസം, 1 ദിവസമെങ്കിൽ 1 ദിവസം നിങ്ങൾ അധികാരത്തിലിരുന്നു വിവിധ സ്ഥലങ്ങളിൽ SDPIയുടെ ബാന്ധവത്തിൽ. നാണമില്ലേ നിങ്ങൾക്ക്? ആ SDPI ഐഡിയോളജിയുമായി നിങ്ങൾ ചേർന്ന് പോയോ? അപ്പൊ അത് പറയണ്ടേ? പിന്നെ അരുൺ പറഞ്ഞ കാര്യം എന്താണ്? 87 വോട്ട് BJP SDPI ആണോ നിങ്ങളുടെ വിലയിരുത്തൽ? എന്ത് വിലയിരുത്തലാണിത്? ഇങ്ങനെ വിലയിരുത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാ സീറ്റും നഷ്ടമായത്. ഇനി ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ ഒന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ വിലയിരുത്തൽ കേൾക്കട്ടെ. വസന്ത് അവരുടെ വിലയിരുത്തൽ ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ജനാധിപത്യപരമായ അവകാശമുള്ളപ്പോൾ നിങ്ങളുടെ 455 വോട്ടുകൾ 148ലേക്ക് ചുരുങ്ങുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. അതിലുള്ള UDFന്റെ, കോൺഗ്രസിന്റെ വിശദീകരണം അതൊന്ന് പറയാമോ? ഞങ്ങളുടെ വിലയിരുത്തൽ കേൾക്കും. ഞങ്ങൾ ജനറലി ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വർക്കായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അതിന് കാരണം എന്റെ ചോദ്യം SDPIക്ക് വിജയിക്കാൻ ആധാരമായ നിലയിൽ വോട്ടുകൾ കിട്ടി. ആ വോട്ടുകൾ കിട്ടുമ്പോൾ അത്ര തന്നെ കോൺഗ്രസ് വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടമായി. അതേക്കുറിച്ച്, ആ പാങ്ങോട്ടെ ആ സംഭവത്തെക്കുറിച്ച്, ആ വാർഡിനെ കുറിച്ചാണ് ഞാൻ വസന്തിനോട് ചോദിച്ചത്. അതിലുള്ള വിശദീകരണം കേൾക്കട്ടെ എന്നാണ് ഞാൻ വരുന്നത്. ആ വാർഡിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ ഇതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് 10 സെക്കൻഡ് മതി ഇതിന്. അതായത് 10ൽ നിന്ന് 12 സീറ്റുകളിലേക്ക് ഞങ്ങൾ ഉയരുമ്പോൾ 3 സീറ്റുകൾ LDFന് കുറഞ്ഞത് വലിയ പിന്നോട്ട് പോകലാണ് LDFനെ സംബന്ധിച്ച് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾ 800-നും 500-നും വോട്ടിന് ജയിക്കുമ്പോൾ അത് പറഞ്ഞതാണ്. ഇതിലേക്ക് വരും. അത് നേരത്തെയും പറഞ്ഞതാണ്. വസന്ത് നേരത്തെയും പറഞ്ഞതാണ്. പുതിയ പോയിന്റിലേക്ക് വരും. പാങ്ങോട്, പുലിപ്പാറ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ നിങ്ങൾ നടത്തുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാങ്ങോട് ഈ പറയുന്ന ബൂത്തിൽ, ഈ പറയുന്ന വാർഡ് നിലനിൽക്കുന്ന ബൂത്തുകളിൽ ആരായിരുന്നു ലീഡ് ചെയ്തിരുന്നത്? അരുൺകുമാർ അങ്ങേക്ക് അറിയാമോ? LDF ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ വോട്ടാണ് SDPIക്ക് പോയത്. അത് എന്താണ് വസന്ത്? കണക്കല്ലേ? അവർക്ക് കിട്ടിയ 279 448ലേക്കാണ് കൂടിയത്. വസന്ത്, ഇത് എന്ത് കണക്കാണ് ഈ പറയുന്നത്? നിങ്ങളുടെ വോട്ട് കുത്തനെ പോകുന്നു. അതെന്ത്, എവിടെ പോയിന്നേ ഞാൻ ചോദിച്ചുള്ളൂ.
നിങ്ങൾ അപ്പുറത്തെ ക്യാമ്പിൽ നോക്കിയിരിക്കണ്ട, നിങ്ങളുടെ വോട്ട് എവിടെ പോയി? ചോദ്യം ഇത്രേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എവിടെ പോയി? ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കും. ഇത് നമുക്ക് വാദത്തിന് വേണ്ടിയും മറ്റ് തെരഞ്ഞെടുപ്പുകളെ താരതമ്യത്തിന് ഉപയോഗിക്കാൻ തെറ്റില്ല വസന്ത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് എണ്ണിവെച്ച വോട്ടിൽ നിങ്ങളുടെ 300 വോട്ടുകൾ പോയി. അത്ര തന്നെ വോട്ടിന് അവിടെ SDPI വിജയിച്ചു എന്ന് വരുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ വിശദീകരണം? അതേ വിശദീകരണമാണ് ഞങ്ങളുടെ വിശദീകരണമാണ് ഇത്. അതായത് ഞങ്ങൾ ഏറ്റവും റീസെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പുകളെ അവലോകനം ചെയ്യുന്നത്. അത് വേറെ. ഞാൻ ആ വാർഡിലെ നിങ്ങളുടെ വോട്ട് നഷ്ടത്തെ കുറിച്ച് മാത്രമാണ് സ്പെസിഫിക് ആയി ചോദിച്ചത്. അരുൺകുമാർ അങ്ങ് ഇടപെടാൻ ഇല്ല, താങ്കളത് പറയുന്നില്ല, വസന്തത് പറയുന്നില്ല. ഒറ്റ കാര്യം SDPIക്ക് വോട്ട് ചെയ്താലും കോൺഗ്രസിന് വോട്ട് ചെയ്താലും അത് UDFന് കിട്ടുന്ന വോട്ടായിട്ട് ജനം കരുതി, അത്രേ ഉള്ളൂ. കോൺഗ്രസിന് ചെയ്താലും SDPIക്ക് ചെയ്താലും അത് UDFനുള്ള വോട്ടാണ്. അപ്പൊ എവിടെ ചെയ്താലും കുഴപ്പമില്ലല്ലോ, അത്രേ ഉള്ളൂ. ശ്രീ ജയചന്ദ്രൻ, ഈ കോണ്ടെക്സ്റ്റിൽ കോൺഗ്രസ് ഇത് വിശദീകരിക്കാൻ കഴിയാതെ തൃശ്ശൂരിൽ സംഭവിച്ചതുപോലെ തൃശ്ശൂരിൽ കെ മുരളീധരന്റെ വോട്ടുകൾ 80,000-ൽ പരം നഷ്ടപ്പെടുന്നു. 70,000-ൽ പരം വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുന്നു. അത് ലോക്സഭയിൽ. തൊട്ടിപ്പുറത്ത് തദ്ദേശത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, നമ്മൾ ആ കണക്കുകളൊക്കെ ഈ കോണ്ടെക്സ്റ്റിൽ ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തൃശ്ശൂരിലായാലും പാങ്ങോട്ടെ പുലിപ്പാറ വാർഡിലെ പ്രശ്നത്തിലായാലും വോട്ട് ചോർച്ച, മറുഭാഗത്ത് ആർക്കത് നേട്ടമാകുന്നു? കോൺഗ്രസ് വിഷമിക്കുകയാണോ വിശദീകരിക്കാനാവാതെ? വസന്തിനോട് ഞാൻ ആവർത്തിച്ച് ഈ കോണ്ടെക്സ്റ്റിലാണ് ചോദിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമല്ല, കോൺഗ്രസ്സിന് ഇത് പറഞ്ഞ് വിശദീകരിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി, അതിൻ്റെ ആഴം ഈ വിഷയങ്ങളിൽ ഈ കണക്കുകൾ നമ്മുടെ മുമ്പിൽ അത്രമേൽ തുറന്നു കാട്ടുന്നുണ്ടോ? അല്ല, അത്രമേൽ SDPIക്ക് കീഴടങ്ങേണ്ട ഒരു ബാധ്യതയും ഇല്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസും ലീഗും. ലീഗ് ഒരു പക്ഷേ ഉണ്ടാവാം ഇപ്പോഴത്തെ പുതിയ സാഹചര്യങ്ങൾ. പക്ഷേ കോൺഗ്രസിന് ഇങ്ങനെ കീഴടങ്ങേണ്ട, ഈ നാണം കെട്ട കീഴടങ്ങലിന് എന്തിനാണ് നിന്നു കൊടുക്കുന്നത്? വസന്തിനെ പോലുള്ള ആൾക്കാർ എന്തിനാണ് അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? കാരണം അവിടെ SDPI ജയിക്കാൻ കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ശോഷണമാണെന്ന് ആ നിലവിലുള്ള വോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം വെച്ച് നോക്കിയാൽ ആർക്കും മനസ്സിലാവും. അവിടെ LDFന് വോട്ട് കൂടുകയാണ് ചെയ്തത്. വസന്തേ, നിങ്ങൾ പറയുന്നു LDF പരിഗണിക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട്, LDFന് കിട്ടിയ വോട്ട് നോക്കിക്കോളൂ. എന്നാലും ഇപ്പോൾ അത് നോക്കിയാൽ പോലും ഇപ്പോൾ LDFന് വോട്ട് കൂടിയിരിക്കുകയല്ലേ? വോട്ട് കുറഞ്ഞത്, കുത്തനെ ഇടിഞ്ഞത് കോൺഗ്രസിനല്ലേ? അത് കോൺഗ്രസിന് പരിശോധിക്കണ്ടേ? അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ നിങ്ങൾക്കുണ്ടോ എന്നൊരു ചർച്ചയിലൊന്നിരുന്ന് പറയേണ്ടതല്ലേ താങ്കൾ കോൺഗ്രസിൻ്റെ വക്താവായിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പോൾ വെറുതെ മറ്റ് ഈ പഴഞ്ചൻ കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതിന് പകരം പുതിയ കാര്യങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനൊരു യുക്തിപരമായ റീസണിങ് കണ്ടെത്തുന്നത്? ഇതാണ് ചോദ്യം ശരത്തിൻ്റെ. അത്തരം റീസണിങ് എന്താണ് താങ്കൾക്ക് ഇല്ലാത്തത്? ഇവിടെ നമ്മുടെ മുമ്പിലുള്ളതല്ലേ അത്? അതാണ് പ്രശ്നം. റൈറ്റ്. ഇവിടെ വസന്ത് ഇതിനപ്പുറത്തേക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേവലം 4-5 മാസം മാത്രം, ഒക്ടോബറിൽ പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ. അപ്പോൾ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിന് തന്നെയും സ്കോപ്പില്ല. നേരത്തെ താങ്കൾ വരുന്നതിന് മുമ്പ് അരുൺകുമാർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ സൂചിപ്പിച്ചൊന്നു മാത്രം. എന്ന് വച്ചാൽ ഇത് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിരാകരിക്കാം. പക്ഷേ അതിന് കുറേ കൂടി യുക്തിസഹമായ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാന കാരണം, കോൺഗ്രസിനകത്ത് ഈ കാലയളവിൽ നോക്കൂ, ഈ കാലയളവിൽ കോൺഗ്രസിനകത്തുണ്ടായ പ്രശ്നങ്ങൾ, നേതാക്കൾ തമ്മിലുള്ള ഭിന്നത, അത് നിരന്തരം പോകുന്നു, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. മാത്രവുമല്ല, മറുഭാഗത്ത് ഈ സർക്കാരിനെതിരെ ഉന്നയിച്ച ഒരാരോപണവും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് നേതാക്കളിൽ തരൂരടക്കം എല്ലാവരുടെയും പലതരം പ്രതികരണങ്ങൾ കണ്ടിട്ടുള്ള അതൃപ്തിയുണ്ട്. നേതാവ് തന്നെ കോൺഗ്രസിലില്ല എന്ന നിലയിൽ ഒരു ശരിയായ നേതാവിൻ്റെ അഭാവം, നേതാവില്ലായ്മ കോൺഗ്രസ് കേരളത്തിൽ നേരിടുന്നു എന്ന പ്രശ്നം. ഇങ്ങനെ പോയാൽ 26-ൽ കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം വളരെ ശക്തമായി കാര്യമായി കോൺഗ്രസ്. ഇങ്ങനെ ഘടകങ്ങളൊക്കെ നിങ്ങൾക്കെതിരായി നിൽക്കുന്നത് കൂടി ചർച്ച ചെയ്യപ്പെടും ഈ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ. വസന്ത്, ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ചൂണ്ടുപലകയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ 800-500 വോട്ടിന് ജയിച്ചെടുത്ത് നിങ്ങൾ 2, 3, 4, 7 വോട്ടിനാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് വലിയ മുന്നേറ്റമായാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇനി പാങ്ങോട് അത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. പാങ്ങോട് ഞാൻ പറഞ്ഞത് റീസെന്റ് തെരഞ്ഞെടുപ്പുമായാണ് തെരഞ്ഞെടുപ്പുകളെ നമ്മൾ താരതമ്യം ചെയ്യുക. കാര്യം 5 വർഷത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ വോട്ടർമാർക്ക് ഉണ്ടാവും. പക്ഷെ റീസെന്റ് അതല്ല ഉണ്ടാവുന്നത്.
3 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആ ബൂത്തുകളിൽ LDFന്റെ വോട്ട് ഈ തവണത്തെ വെച്ച് നോക്കുമ്പോൾ കുറയുകയാണ് ഉണ്ടായത്. MJ അങ്ങൊന്ന് പഠിച്ചാൽ നന്നാവും. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഞങ്ങളുടെ വോട്ടല്ല കുറഞ്ഞത്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി റീസെന്റ് തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ 1,15,000 വോട്ട് കുറഞ്ഞത് LDFനാണ് എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇനി ആ വിലയിരുത്തൽ ശരിയാണോ അല്ലയോ എന്നുള്ളത് ജനത്തിന് വിട്ടുകൊടുക്കാം. നിങ്ങളുടെ വിലയിരുത്തൽ നിങ്ങളും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു. ഇനി അവിടെ SDPയുടെ വോട്ട് കൂടിയതും SDPI ജയിച്ചതും വലിയ നല്ല കാര്യമായി ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ സംഘടനാപരമായ പ്രശ്നങ്ങളാണോ അതിലേക്ക് നയിച്ചത് എന്നതിനെപ്പറ്റി തീർച്ചയായും പഠനം നടത്തും. തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് കൃത്യമായ ആക്ഷൻ പ്ലാൻ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. SDPയുടെ വിജയത്തിലേക്ക് ഏതെങ്കിലും ഞാൻ വളരെ ക്ലിയർ ആയി പറഞ്ഞു, ഞങ്ങളുടെ വോട്ട് പോയിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ SDPIക്ക് വിജയിക്കാൻ സാധിക്കുന്ന രീതിയിൽ അവിടെ എന്തെങ്കിലും ഒരു ഘടകങ്ങൾ, ഫാക്ടേഴ്സ് UDF ക്യാമ്പിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ശക്തമായ നടപടി ഉണ്ടാവും, തിരുത്തലുകൾ ഉണ്ടാവും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. അതാണ് കോൺഗ്രസ് വക്താവ് എന്നുള്ള നിലയിൽ എന്റെയും അഭിപ്രായം. ഇനി അങ്ങ് ചോദിച്ചതുപോലെ നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പിറ്റേ ദിവസം മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവയൊന്നും ശശി തരൂരിന്റെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ ഞങ്ങൾ വിടില്ല. തരൂരിന്റെ അഭിപ്രായം പറയാം, തരൂരിന് പറയാം, വസന്ത തെങ്ങുമ്പള്ളിക്ക് പറയാം, ഈ പാർട്ടിക്ക് വെളിയിൽ നിൽക്കുന്ന അരുൺകുമാറിനും പറയാം, ശ്രീ ശരത്ചന്ദ്രനും പറയാം. പക്ഷേ പറഞ്ഞ തരൂരിനെ വിദൂഷകൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് AICC ജനറൽ സെക്രട്ടറി അല്ലേ പൊതുവേദിയിൽ, പൊതുയോഗത്തിൽ? അത് ജനാധിപത്യപരമാണ്. അല്ല, അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞല്ലോ. ഞാൻ പിണറായി വിജയനെ പറഞ്ഞത് നിങ്ങൾ കാര്യമില്ലാന്ന് പറഞ്ഞല്ലോ. അതായത് പിണറായിയുടെ സ്തുതിപാഠകർ എന്ന് പറഞ്ഞാൽ ആരാണ് സ്തുതിപാഠകർ? പിണറായിയുടെ സ്തുതിപാഠകർ അങ്ങനെ തിരുത്തേണ്ടി വന്നു എന്നാണ്. എന്ന് വെച്ചാൽ ആദ്യ ദിവസം പറഞ്ഞതുണ്ടാക്കിയ, കോൺഗ്രസിനകത്തടക്കം ഉണ്ടാക്കിയ ഒരു വലിയ ചർച്ചയുണ്ട്, വലിയ വാർത്തയായി വന്നു. അതേ തുടർന്ന് ഇങ്ങനെ തിരുത്താൻ നിർബന്ധിതനായി എന്നാണ് അതിൻ്റെ ലളിതമായ ഒരു പശ്ചാത്തലം. ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ ഇടിക്കുകയും ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കൂടുതലായി രൂപപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിന് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ നെഗറ്റീവാണ്, നിങ്ങൾക്ക് തിരിച്ചടിയുടേതായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുകൂടി വരുന്നില്ലേ? ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. സ്വാഭാവികമായും 2 ടേം ഭരണത്തിൽ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രതിപക്ഷവും PCCയും സാധാരണ പ്രവർത്തകരും അടക്കം സംസ്ഥാനത്തെ ഭരണത്തിന്റെ അഴിമതിക്കെതിരെ, പോലീസ് സെൽ ഭരണത്തിനെതിരെ, പോലീസിന്റെ ഒരു അച്ചടക്കമില്ലായ്മയ്ക്കെതിരെ ഒക്കെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി തെരുവിൽ നിൽക്കുന്ന സമയത്ത് പിണറായിയുടെ സ്തുതിപാഠകരാവുന്നത് ആരാണ് എന്ന് അവർ സ്വയം വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് ആരാണെങ്കിലും അത് ശരിയല്ല. കാരണം ഇത്രമാത്രം ജനം അടുത്തൊരു ഭരണത്തെ സ്തുതി പാടുന്നുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും തിരുത്തേണ്ടതാണ്. അത് തെറ്റിദ്ധരിക്കപ്പെട്ടാണെങ്കിലും തിരുത്തേണ്ടതാണ്. അത് വളരെ കൃത്യമായി AICC സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ഇനി വ്യക്തിപരമായ എന്റെ അഭിപ്രായം, ആ സ്തുതിപാഠകർ ആരാണെങ്കിലും, അത് കോൺഗ്രസിനുള്ളിലാണെങ്കിലും CPM-നുള്ളിലാണെങ്കിലും തിരുത്തൽ ശക്തിയായി നിൽക്കേണ്ട CPM പ്രവർത്തകർ പിണറായി ഭരണത്തെ സ്തുതിപാഠകരായി മാറുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. സഖാക്കൾ അത് മാറി ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുക. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങ് ശശി തരൂരിനെ കോട്ട് ചെയ്തല്ലോ. ഇടുക്കിയിലെ നിങ്ങളുടെ CPIയുടെ സെക്രട്ടറി 10 മിനിറ്റ് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. ആശാവർക്കർമാരുടെ സമരത്തെ അപമാനിക്കുന്നത് ഇടതുപക്ഷ നയമല്ലെന്നും സമരങ്ങളോട് അസ്വാസ്യത എന്നു തൊട്ടാണ് CPM നേതാക്കൾക്ക് ഉണ്ടായതെന്ന് അറിയില്ല എന്നും പറഞ്ഞ് KK ശിവരാമന്റെ സ്റ്റേറ്റ്മെന്റ് മുല്ലപ്പള്ളിയും പറഞ്ഞു ഭരണ തുടർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ എന്ന് പറഞ്ഞത് മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ്. പറയുമ്പോൾ തരൂരിന് കേരളം അറിയാത്തതുകൊണ്ടും കേരള രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പറയാം. മുല്ലപ്പള്ളിയെ കുറിച്ച് അത് പറയാനാവില്ലല്ലോ. മുല്ലപ്പള്ളിയും പറഞ്ഞു അത്. മുല്ലപ്പള്ളി കറക്റ്റ് ചെയ്തു. മുല്ലപ്പള്ളി വളരെ ക്ലിയർ നമ്മളൊക്കെ കേട്ടതല്ലേ. ഒരാള് തെളിമയോടെ പറഞ്ഞു വെക്കുന്നു, മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യം വരുന്നു, അദ്ദേഹം അതെ ശരിയാണ് കേരളത്തിൽ ഭരണ തുടർച്ച. പക്ഷേ അത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഈ സാഹചര്യം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും മനസ്സിലാക്കണമെന്ന മുന്നറിയിപ്പാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതും പെശകിന്നാണോ? അങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് തിരുത്തി പറയുമോ പുള്ളി? അദ്ദേഹം അങ്ങനെ തിരുത്തി പറയുമോ? അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്ന എതിർപ്പുകൾ, നേതാക്കളുടെ വിമർശനങ്ങളൊക്കെ കണ്ടുവരുത്തുന്ന തിരുത്തലിനപ്പുറത്തേക്കൊന്നും ഒരു കാര്യവും അതിനകത്തില്ല. അദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ വസന്ത്? നമ്മളെല്ലാം കേട്ടതല്ലേ. ഇത് പഴയ കാലമൊന്നുമല്ലല്ലോ. ഒരു പ്രസ് റിലീസ് ഇറക്കിയാൽ പറഞ്ഞിട്ട യാഥാർത്ഥ്യം ഇല്ലാതാകുമോ ഈ നാട്ടിൽ? ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCCയുടെ മുൻ അധ്യക്ഷനാണ്.
പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സീനിയർ ലീഡറാണ്. ഏതെങ്കിലും പ്രവർത്തകരുടെ പ്രതിഷേധം കണ്ട് നിലപാടിൽ മയം വരുത്തുന്ന ആളല്ല അദ്ദേഹം എന്ന് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ശ്രീ MJ അടക്കം അറിയാം. അപ്പോ മുല്ലപ്പള്ളി പറഞ്ഞത് വളരെ ക്ലിയറായി അദ്ദേഹം തന്നെ അതിൻ്റെ അത് ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അതായത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് UDF പ്രവർത്തകർ ശ്രദ്ധയോടുകൂടി ഇരിക്കണം, ഈ അവസരത്തിൽ അനാവശ്യ പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല. ഇതാ അതെ, ശരിയാണ്. കേരളത്തിന്റെ സാഹചര്യം കോൺഗ്രസിന് വിരുദ്ധമാണ്, ഭരണ തുടർച്ചയ്ക്ക് സാഹചര്യമുണ്ട്, അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഇത്രയും ഞാനും പറഞ്ഞുള്ളൂ. ഭരണ തുടർച്ചയുടെ സാഹചര്യമില്ല, കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കണം. കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയ്ക്ക് സാഹചര്യമെങ്കിൽ പിന്നെ കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ, അത് സ്വാഭാവികമായി പ്രവർത്തിച്ചു പോയാൽ പോരെ. അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വസന്താലും നമ്മൾ അതിലൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട, കാരണം ഇത് കേൾക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവുമല്ലോ ക്ലാരിഫിക്കേഷൻ എന്തുകൊണ്ട് വരുന്നു എന്ന്. തരൂർ അതിന് തയ്യാറായില്ല, പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ഫാക്സും ഫിഗേഴ്സും വെച്ചിട്ടാണ് സംസാരിച്ചത്, വേറെ അല്ലാത്തുണ്ടെങ്കിൽ വരട്ടെ അപ്പം നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ശ്രീ അരുൺകുമാർ ഇവിടെ വേറൊരു സാഹചര്യം കൂടി ഇടതുമുന്നണി കാണണ്ടേ? ഇതെല്ലാം ആത്മവിശ്വാസത്തിൻ്റെ അത് നെറുകയിലെത്തി എന്ന് ചിന്തിച്ച് നിൽക്കാൻ ഇടതുമുന്നണിക്കോ ഭരണമുന്നണിക്കോ സർക്കാരിനോ കഴിയുമോ? കാരണം 2020-21 നോക്കൂ, ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ പോകുമ്പോൾ പ്രളയത്തെ അതിജീവിച്ച കേരളം, കോവിഡിനെ പ്രതിരോധിച്ച് ലോകം തന്നെ ശ്രദ്ധിച്ച കേരളം എന്ന നിലയിൽ നിന്നൊക്കെ എത്ര പെട്ടെന്നാണ് ഒരു വിവാദത്തിലേക്ക് പോയത്. ആ വിവാദവും വസ്തുതയും എന്തായിരുന്നു വസ്തുതയെന്നും എത്രമാത്രം ഹീനമായ വെറും പ്രചാരണം മാത്രമായിരുന്നു അതെന്ന് കേരളം പിന്നീട് തിരിച്ചറിഞ്ഞു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കാലം താങ്കൾ മുമ്പ് പറഞ്ഞ മാധ്യമങ്ങളടക്കം മാധ്യമ പങ്കാളിത്തത്തോടെ എങ്ങനെയാണ് പ്രതിപക്ഷം അരങ്ങേറിയത്, കൊണ്ടാടിയത്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നേട്ടമുണ്ടാക്കിയാലും ഇനി വരുന്ന കാലങ്ങൾ വളരെ ജാഗ്രത ആവശ്യപ്പെടുന്ന കാലമാണോ മുന്നണിക്ക് മുമ്പിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത കമ്മിറ്റ്മെന്റ് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ആ വാക്ക് പാലിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ 2019-20 കാലഘട്ടങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ രൂപത്തിലുള്ള സ്വർണ്ണക്കടത്ത്, അതുപോലെ ഖുറാൻ്റെ ഉള്ളിൽ വെച്ച് സ്വർണ്ണക്കള്ളക്കടത്ത്, ഒരു ഭാഗത്ത് CBI, NIA, ED, കസ്റ്റംസ്, അതുപോലെ ഗവർണർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം വലിയ തരത്തിൽ ആ ഗവൺമെൻറ്റിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങൾ, ഓഖി ദുരന്തം, നിപ വൈറസ്, നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, ഇത്തരം ഘട്ടങ്ങളിലാണ് നമ്മൾ അന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിയിൽ 123 സീറ്റിലാണ് LDF പുറകിൽ പോയത്. അപ്പോൾ ഇനി ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് എന്ത് പ്രശസ്തി? പ്രത്യേകിച്ച് കേരളം ഇടതുപക്ഷത്തെ കൈവിട്ടിരിക്കുന്നു എന്ന രൂപത്തിൽ വലിയ പ്രചരണം നടക്കുന്നു. പത്രം തുറന്നാൽ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ ഹെഡിംഗ് ആയിട്ട് എല്ലാ പേജിലും ഇടം പിടിക്കുന്നു. ചാനൽ തുറന്നാൽ എല്ലാ ചർച്ചകളും ഇടതുപക്ഷ വിരുദ്ധ ചർച്ചകൾ മാത്രമായിരുന്നു. ആ സമയത്താണ് ജനങ്ങളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ വിശദീകരിച്ച് ഈ നുണപ്രചരണങ്ങളിൽ ജനങ്ങൾ വീണു പോകരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കൂടുതൽ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം ഏറ്റെടുത്തു. ചരിത്രത്തിലാദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി, പ്രത്യേകിച്ച് ചരിത്രം വഴിമാറി. കാരണം കേരളം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ആണ് ജയിക്കാറ്. UDF കേരളം ഭരിക്കുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ആണ് വിജയിക്കുന്നത്. ഭരണകക്ഷിക്ക് അനുകൂലമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുന്ന സാഹചര്യം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ 2020 ഡിസംബർ മാസം 16-ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ഇവിടെ 6 കോർപ്പറേഷനിൽ 5 LDF, അതുപോലെ തന്നെ 14 ജില്ലാ പഞ്ചായത്തിൽ 12 LDF, 946 ഗ്രാമപഞ്ചായത്തിൽ 600-ലധികം ഗ്രാമപഞ്ചായത്ത് LDF, ബ്ലോക്ക് മുനിസിപ്പാലിറ്റി എല്ലാം ആധികാരികമായിട്ടുള്ള വിജയം LDF-നുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് LDF കേരളം ഭരിക്കുമ്പോൾ 5 തലത്തിലേക്കും LDF-ന് ആധികാരികമായിട്ടുള്ള വിജയം ഉണ്ടായത്. പിന്നെ നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 123 നിയമസഭാ മണ്ഡലങ്ങളിൽ പുറകിൽ പോയി എല്ലാവരും എഴുതിത്തള്ളിയ LDF ആണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 91-ൽ നിന്ന് 99 സീറ്റായി മാറിയത്. 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായിട്ട് മാറിയത്. വലിയ നുണപ്രചരണവും ആക്രമണവും വലതുപക്ഷവും BJPയും അതുപോലെ മാധ്യമങ്ങളും ഒന്നിച്ച് അണിനിരന്ന് LDF-നെതിരെ ആക്രമണം ഉന്നയിച്ചപ്പോഴാണ് സീറ്റിലും വോട്ടിംഗ് ശതമാനത്തിലും വലിയ മുന്നേറ്റം ഉണ്ടായത്. 2021-ലും 900 കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഒരു നവകേരളം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങളാണ് പങ്കുവച്ചത്. അതിൽ 729 കാര്യങ്ങൾ
കാര്യങ്ങൾ നടത്തി പൂർത്തീകരിച്ച് മുന്നേറുകയാണ് ഈ ഗവൺമെന്റ് എന്ന് കഴിഞ്ഞ ജൂലൈ മാസം 2-ാം തീയതി പുറത്തിറക്കിയ 2ാം പിണറായി സർക്കാരിന്റെ 3ാം പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ വലിയ തരത്തിൽ സമര കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നു, നുണപ്രചരണം സൃഷ്ടിക്കുന്നു, അതുപോലെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു. മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന്റെ അപവാദ പ്രചരണങ്ങൾക്ക് വലിയ പ്രചരണം കൊടുക്കുന്നു, വലിയ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ അതിലൊന്നും സമയം കളയുന്നില്ല, അതിനെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അതിൽ കേന്ദ്രീകരിക്കുന്നില്ല, മറിച്ച് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുക. ഇപ്പോൾ തന്നെ ആഗോള നിക്ഷേപ സംഗമം അടക്കം സംഘടിപ്പിച്ച് കേരളത്തിന്റെ ബജറ്റിന്റെ അടങ്കൽ തുകയുടെ ഏകദേശം അത്രയും 1,53,000 കോടി രൂപയുടെ നിക്ഷേപം ഈ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതുപോലെ എല്ലാ തരത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഹബ്ബായിട്ട് ഈ നാട് മാറുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴും എല്ലാവരും സമ്മതിക്കുമ്പോഴും ഇവിടെ ഏതെങ്കിലും ചെറിയ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് അലങ്കോലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന UDF-നും മാധ്യമങ്ങൾക്കുമുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഈ മറുപടി. ഇത് തിരിച്ചറിഞ്ഞ് കുറവുകൾ ഉൾക്കൊണ്ട് തെറ്റുതിരുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടത്. എങ്ങനെ ഈ വോട്ട് SDPIക്ക് പോയി, മുൻ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ BJPക്ക് പോകുന്നു, വർഗീയ ശക്തികൾക്ക് പോകുന്ന ഈ വോട്ട് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയണം. വർഗീയതയ്ക്ക് ബദൽ വർഗീയതയല്ല, മാനവികതയാണ്, മനുഷ്യ സ്നേഹമാണ്. LDF ഉയർത്തിപ്പിടിക്കുന്ന ഈ മുദ്രാവാക്യത്തിന്റെ ഒരു പ്രാധാന്യവും യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കിയാണ് വേണ്ടത്. ശരി, ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ഈ തെരഞ്ഞെടുപ്പ് 30 സീറ്റിലെ ഈ വിധി, ഈ റിസൾട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിലും UDF-ലും ഏറ്റവും അധികം ആഘാതവും അസംതൃപ്തിയും സൃഷ്ടിക്കുന്നത്, നിരാശപ്പെടുത്തുന്നതും പ്രതിപക്ഷ നേതാവിനെ തന്നെ ആകില്ലേ? കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പല കാര്യങ്ങൾ കൊണ്ടും ആ മുന്നണിക്കകത്ത് അല്ലെങ്കിൽ ആ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അസ്വീകാര്യനാണ് എന്ന ഒരു വലിയ അതൃപ്തിയോ എതിർപ്പിനെയോ നേരിടുന്ന കാലമാണ്. അതിൽ നിന്ന് ഒരു ആശ്വാസം പോലും പകരാൻ ഇത് കഴിയുന്നില്ല, നിരാശയും തിരിച്ചടിയും സംഭവിക്കുന്നു എന്ന ഒരു പ്രശ്നം ഈ ജനവിധിയും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനും നൽകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ വിമർശകരെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാകുന്നു എന്ന നില വരുന്നുണ്ടോ? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ, അതുപോലെ വികസന പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ, ഇതിലൊക്കെയും ഈ തുടർച്ചയായി നേരത്തെ വസന്ത് പറഞ്ഞ പോലെ അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു മുന്നണിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന് സ്വാഭാവികമായി ഉണ്ടാകാവുന്നൊരു, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിനാകെ ഉണ്ടാകുന്നൊരു മാർക്സിസ്റ്റ് വിരുദ്ധതയുണ്ട്. ആ വിരുദ്ധ രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രം ഈ പ്രശ്നങ്ങളെ കാണുന്നതിൻ്റെ ഒരു പോരായ്മ അവരുടെ മുന്നേറ്റത്തിനും അവരുടേതായ ഒരു രാഷ്ട്രീയം ജനങ്ങളിൽ പ്രത്യാശയോടെ അവതരിപ്പിക്കാൻ കഴിയുന്നതിനും വലിയ തടസ്സമാകുന്നുണ്ടോ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്? ശ്രീ ജയചന്ദ്രൻ. അത് ശരത്തെ, അത് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുകയാണല്ലോ, ഡൽഹിക്ക് AICC-യിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണല്ലോ വെള്ളിയാഴ്ച 28-ാം തീയതി. 28 എന്ന് പറയുന്നത് മറ്റന്നാൾ, നാളെ 26, 27, 28 അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇന്നത്തെ തോൽവിയുടെയും കൂടെ പശ്ചാത്തലത്തിൽ വേണം അതിനെ നമ്മളൊന്ന് വിലയിരുത്തി പോകേണ്ടതെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എങ്ങനെയും തിരിച്ചു വരിക എന്നുള്ള കഠിന പരിശ്രമമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശശി തരൂരിനെ പോലുള്ളവരുടെ ഇത്തരം പ്രസംഗങ്ങൾ, ഈ ലേഖനങ്ങൾ ഒന്നും പാർട്ടിയെ സഹായിക്കാനില്ല, തിരിച്ചുവരവിനെ തടസ്സപ്പെടുത്തുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ജനങ്ങളുടെ മനസ്സിലുള്ള മനോഭാവം എന്താണെന്നുള്ളതാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡൽഹിക്ക് വിളിപ്പിക്കുന്ന മുഴുവൻ MP-മാരെയും മുൻ PCC പ്രസിഡന്റുമാരെയും ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും ആണല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർക്ക് എന്താണ് ഈ 13 ജില്ലകളിലും, ഇപ്പോൾ ഇങ്ങനെ 14 ജില്ലകളിൽ ഒന്നൊഴിച്ച് നിർത്തിയാൽ ബാക്കി 13-ലും വന്ന റിസൾട്ട് ഇങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അനലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കനകോലു റിപ്പോർട്ട് അവിടെ ഉണ്ടാകുമല്ലോ. ഇത് സംബന്ധിച്ച് ഇന്നത്തെ തോൽവി അടക്കം കനകോലുവിൻ്റെ റിപ്പോർട്ട് അവിടെ ഉണ്ടാവും. അതിനെ KC വേണുഗോപാൽ കൃത്യമായും ആ റിപ്പോർട്ട് തേടുകയും ചെയ്യും. അതുമൊക്കെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ തരൂരിൻ്റെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രസക്തി കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ കേരളത്തിൽ ഇവോൾവ് ചെയ്യുന്നത് എന്ന് കരുതുന്ന മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ തന്നെയുണ്ട്. എന്ന് മാത്രമല്ല, ഘടകകക്ഷികളിൽ പലരും ആ വഴിക്ക് ചിന്തിക്കുന്നവരുമാണ്. അപ്പോൾ അത്തരം ചിന്താഗതികളൊക്കെ കണക്കിലെടുക്കാതെ AICC-ക്ക് പോകാൻ, ഹൈക്കമാൻഡിന് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശശി തരൂരിനെതിരെ പെട്ടെന്നൊരു നടപടിയെടുത്ത് എന്തെങ്കിലും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു താക്കീതോ അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി എടുക്കാൻ പോലും ത്രാണിയില്ലാത്ത വിധം ദുർബലമാണ് ഹൈക്കമാൻഡ് ഡൽഹിയിൽ. ആകെയുള്ളൊരു പിടിവള്ളി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഏരിയ, പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിയുടെയും കൂടെ കേന്ദ്രമാണല്ലോ ഇപ്പോൾ കേരളം, MP എന്നുള്ള നിലയിൽ. അപ്പോൾ ഇവിടെ ഈ തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വളരെ ഗൗരവതരമായി തന്നെ കോൺഗ്രസിനും UDF-നാകെയും ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം.
അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ 3 ദിവസമായി കേരളം അത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടില്ലാത്ത വേറൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ നടന്നു. കേരള വികസന കോൺഗ്രസ്, കേരള പഠന കോൺഗ്രസ്, 5ാമത് കേരള പഠന കോൺഗ്രസ്സാണ് അവിടെ നടന്നത്. 3 ദിവസങ്ങളിലായി നടന്നത്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും പറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് പുസ്തക രൂപത്തിൽ തന്നെ അവിടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ CPM നേതൃത്വത്തിൽ അത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ തങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചടികളോടൊപ്പം തന്നെ തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ഗൃഹപാഠം ചെയ്തു തന്നെയാണ് ആ മുന്നണി, അതിനെ നയിക്കുന്ന CPIM മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ്റെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ആദ്യത്തെ പത്രസമ്മേളനം പിണറായിക്കെതിരെ, 2ാമത്തെ പത്രസമ്മേളനം ഗവൺമെൻറ്റിനെതിരെ, 3ാമത്തെ പത്രസമ്മേളനം LDFനെതിരെ, ആ തരത്തിലുള്ള നയങ്ങളോട് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരതിനെ നിരാകരിക്കുകയും കൂടെ ചെയ്യുന്നു എന്നുള്ള തെളിവായിട്ട് തന്നെയാണ് ഇതിനെ ഞാൻ കാണുന്നത്, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനെ കാണുന്നത്. അതിനെ അങ്ങനെ കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വസന്തിനും UDFനും ഒക്കെ ഉണ്ട്. പക്ഷേ ജനങ്ങൾ, ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞതാണ്, LDF തെറ്റുപറ്റാത്ത കക്ഷികളൊന്നുമല്ല, CPIM തെറ്റുപറ്റാത്ത കക്ഷിയല്ല. പക്ഷേ തങ്ങൾക്ക് പറ്റിയ തെറ്റ് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് തിരുത്താൻ സന്നദ്ധമാവുന്ന ആ പാർട്ടി, അങ്ങനൊരു പാർട്ടിയാണ് ഈ കഴിഞ്ഞ 14 ജില്ലാ സമ്മേളനങ്ങളും എല്ലാ ജില്ലകളിലെയും ജനങ്ങൾ കണ്ടത്. അതിൻ്റെയും കൂടെ റിസൾട്ടാണ് ഇപ്പോഴത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ഥലത്തെ ശരി, ഞാൻ വസന്തിലേക്കാണ്. വസന്ത്, ഞാൻ താങ്കളുടെ ഒരു അഭിപ്രായം വരുന്നതിന് മുമ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തെ സിറ്റിംഗ് സീറ്റ് BJPയെ തോൽപ്പിച്ച് നിലനിർത്തിയ LDFൻ്റെ വിജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു വലിയ രാഷ്ട്രീയമായ ആളുകൾ ഉറ്റുനോക്കുന്നതാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടാകില്ല. കാരണം അതിനൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വാർഡിലെ മത്സരത്തിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാനമുള്ളതാണ് എന്നുള്ളത് കൂടിയാണ് അതിനെ ഗൗരവമുള്ളതാക്കുന്നതാണ് ആ വിജയത്തെ. ഞാനത് താങ്കളുടെ അഭിപ്രായത്തിന് വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ കേട്ടതിൽ നിന്നും പൊതുവിൽ പറയേണ്ടതായ ഒരു കാര്യം അതിലുണ്ട് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട 3 വിമർശനങ്ങൾ വളരെ കാര്യമായി കോൺഗ്രസ് നയിക്കുന്ന UDF, വിശേഷിച്ച് കോൺഗ്രസ് നേരിടുന്നു എന്ന പ്രശ്നം. ഒന്ന്, വർഗീയതയുമായിട്ടുള്ള സന്ധി ചേരൽ. അത് SDPI, ജമാഅത്തെ ഇസ്ലാമി, ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അതിനു മുമ്പും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായി ആവർത്തിക്കാൻ ഇന്നത്തേതടക്കം ഒരു സാഹചര്യം വരുന്നു എന്ന പ്രശ്നം. വികസന വിരുദ്ധ നിലപാടുകൾ. മുമ്പ് ശ്രീ ജയചന്ദ്രനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചതുപോലെ അധികാരത്തിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണത്. ആ വികസന വിരുദ്ധ നിലപാട് അന്ധമായി സ്വീകരിക്കേണ്ടി വരുന്നു എന്ന അവസ്ഥ രണ്ടാമത്തത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾക്ക് പുറകെയുള്ള കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാരുടെ സഞ്ചാരം. നേരത്തെ അരുൺ ഈ വിമർശനങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ താങ്കൾ ഈ ചർച്ചയിലേക്ക് വന്നിരുന്നു. ഇത്തരം കോർ ഇഷ്യൂസിലുള്ള നിങ്ങൾ നേരിടുന്ന വിമർശനങ്ങൾ, നിങ്ങളോടുള്ള വിയോജിപ്പുകൾ നിങ്ങളുടെ മുന്നേറ്റത്തിന് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളല്ലേ കേരളത്തിൽ? അല്ല, ആശാ വർക്കർമാരെ പോലെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തറയിലുള്ള 5-6 സ്ത്രീകൾ സെക്രട്ടേറിയറ്റിൽ വന്ന് സമരം ചെയ്യുമ്പോൾ അത് സ്പോൺസേഡ് സമരമാണ് എന്ന് വിളിച്ചു പറയുന്നത് നിങ്ങളെ പ്രതികൂട്ടിലാക്കുന്നില്ലേ? അതുകൊണ്ടാണോ നിങ്ങളുടെ 3 സീറ്റ് കുറയുകയും ഏതാണ്ട് 6 സീറ്റുകൾ കോൺഗ്രസ് പുതുതായി പിടിച്ചെടുക്കുകയും ഞങ്ങൾ തോറ്റതിൽ ഒന്ന് ജോസഫ് ഗ്രൂപ്പ് തോറ്റു, അവിടെ മാണി ഗ്രൂപ്പ് ജയിക്കുന്നു, കേരള കോൺഗ്രസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കുകയാണ് ചെയ്തത്. ഈ കൃത്യമായി, അതായത് നിങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വിലയിരുത്തുന്നത് അറ്റ് ഗ്ലാൻസ് ആണ്. അതായത് നോക്കൂ, ഞങ്ങൾ 17 സീറ്റ് ജയിച്ചു, നിങ്ങൾ 12 സീറ്റേ ജയിച്ചുള്ളൂ എന്നുള്ളതാണ്. ഇഴകീറിയുള്ള പഠനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾ പഠിക്കുന്നില്ല. ഞങ്ങൾക്കുണ്ടായിരുന്ന സീറ്റിൽ നിന്ന് ഞങ്ങൾ മുന്നേറ്റ് വന്നു, നിങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു എന്നത് പഠിക്കുന്നില്ല. എത്ര വോട്ടിനാണ് ഓരോ സീറ്റിലും ജയിച്ചത് എന്നത് പഠിക്കുന്നില്ല. എത്ര വോട്ടിനാണ് ജയിച്ചത് എന്ന് നിങ്ങൾ തോറ്റത് എന്നത് പഠിക്കുന്നില്ല. ഇതിനെപ്പറ്റി എല്ലാം പഠനം നടക്കണം. അങ്ങനെ ക്ലിയറായി ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആ സ്റ്റഡി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് കൃത്യമായ ഭരണവിരുദ്ധ വികാരം, അത് ആശാവർക്കർമാർ സമരം മുതൽ സപ്ലൈകോയിലെ സാധനമില്ലായ്മ മുതൽ കപട വികസന വാദം മുതൽ എല്ലാ വിഷയങ്ങളിലും ആഞ്ഞടിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്ങ് ചോദിക്കുന്നത് പോലെ കോൺഗ്രസിനുള്ളിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാവും ശ്രീ ശരത്. ആ വിമർശനങ്ങളെ ഏതൊക്കെ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആ വിമർശനങ്ങളെ നല്ലവയെ ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. ഇനി നല്ലതല്ലാത്ത വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞു തിരുത്തുക. ഇപ്പൊ ശശി തരൂരിന്റെ ലേഖനത്തിൽ ശശി തരൂർ തന്നെ കോട്ട് ചെയ്യുന്നത് P രാജീവിനെയാണ്. എന്നിട്ട് ആ ലേഖനത്തിന്റെ 2ാമത്തെ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഹൈപ്പർബോൾ, ഇതൊരു ഹൈപ്പർബോൾ അല്ലെങ്കിൽ ഞാൻ ആ
വാദത്തെ അംഗീകരിക്കുന്നു എന്നാണ് തരൂർ തന്നെ പറയുന്നത്. അത് ഹൈപ്പർബോൾ ആണ് എന്ന് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ പറഞ്ഞു വെച്ചു. ഇനിയും അത് തരൂരിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൽ അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്കാണോ പോകേണ്ടത്, അതോ തരൂരിന്റെ വസ്തുത, കേരളത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കുകയാണോ വേണ്ടത് എന്നതിനെ പറ്റി തീരുമാനമെടുക്കാൻ ഞാനാളല്ല, അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കപ്പെടുക തന്നെ ചെയ്യും. വളരെ കൃത്യമാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങയോട് ഞാൻ ക്ലിയർ ആയി പറഞ്ഞല്ലോ, SDPI അല്ല BJP എന്നല്ല, ഏതെങ്കിലും ഒരു വർഗീയ കക്ഷിക്ക് ഞങ്ങളുടെ ഭാഗത്തെ UDF ക്യാമ്പിലെ എന്തെങ്കിലും ഒരു പ്രവർത്തനം കൊണ്ട് വോട്ട് കൂടുതൽ ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പഠിക്കും. അത് നിങ്ങളും പഠിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ പഠിക്കുക മാത്രമല്ല, അങ്ങനെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഏതറ്റം വരെ പോയി അതിനെ ചെറുക്കാൻ ഞങ്ങളും നിങ്ങളും തയ്യാറാവണം. നമ്മൾ രണ്ടും മതേതര കക്ഷിയായി നിലകൊള്ളുന്നവരാണ്. അതിനുള്ള പഠനം നടത്താൻ ഇരു കക്ഷികൾക്കും സാധിക്കണമെന്നത് നിലനിൽക്കുമ്പോൾ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക്, വോട്ടർമാരിലേക്ക് എത്തിക്കാൻ ഇരുകൈയും മെയ്യും മറന്ന് UDF പ്രവർത്തകരും നേതാക്കളും ഒറ്റ ടീമായി ഇറങ്ങും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടിയിൽ പോലും ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ചർച്ചയിൽ പങ്കുവെക്കാനാണ് അരുൺകുമാർ വസന്ത് സിറേഖ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ട് എന്നാണ്. ഇന്ന് ഒരു ദേശീയ ദിനപത്രമായ എക്കണോമിക് ടൈംസിന് മുഖ്യമന്ത്രി കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് 3ാം വട്ടവും LDF അധികാരത്തിലേക്ക് വരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വളരെ ശക്തമായി തന്നെ ഒരു തുടർ ഭരണത്തിൻ്റെ വലിയ സാധ്യതകളെ മുൻകൂട്ടി തന്നെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നും വലിയ അമ്പരപ്പുട കണ്ട ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അതേ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു 3ാം വട്ടവും ഉറപ്പായും ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരും എന്നാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇന്നത്തെ ഈ ദിവസം തന്നെ വന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷം വിശ്വസിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഈ വിജയത്തിൻ്റെയും തിരിച്ചടിയുടെയും കണക്കുകൾക്കൊക്കെ അപ്പുറമാണ് അവരുടെ ആ രാഷ്ട്രീയ വിലയിരുത്തൽ. അരുൺകുമാറിൻ്റെ മറുപടി, അഭിപ്രായം. ഇവിടെ പല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും നടന്നു അടുത്ത കാലത്ത്. ഒരൊറ്റ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും LDFിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ UDFിന് കഴിഞ്ഞിട്ടില്ല. വലിയ തരത്തിൽ അവസാനമായിട്ട് നടന്ന ആലത്തൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമുക്കറിയാവുന്നതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴും എല്ലാം LDFിന് തന്നെയാണ് മുൻതൂക്കം കിട്ടുന്നത്. ചില വാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി, പ്രത്യേകിച്ച് അതിദാരിദ്ര്യ സർവേ അടക്കം നടത്തി 61,000 പേർ അതിദരിദ്രരാണെന്ന് കണ്ടെത്തി അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിരവധി പദ്ധതികളും ഇടപെടലുകളുമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞുപോയ ബജറ്റ് കേന്ദ്രം വലിയ രൂപത്തിൽ അവഗണിക്കുമ്പോഴും കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അങ്ങനെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ശാംശീകരിച്ച് പ്രത്യേകിച്ച് വ്യവസായ സൗഹൃദ അന്തരീക്ഷമാക്കി ലോകത്തുള്ള മുഴുവൻ നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിച്ച് ഒരു ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ നാടിനെ മാറി എല്ലാ രംഗത്തും നമ്മുടെ നാട് കുതിച്ചു മുന്നേറുകയാണ്. പ്രത്യേകിച്ച് സുസ്ഥിര വികസന സൂചികയിലും മാനവ വിഭവ സൂചികയിലും എല്ലാം സംസ്ഥാനത്തിന്റെ മുന്നേറ്റം കേന്ദ്ര ഗവൺമെന്റ് തന്നെ വിലയിരുത്തി അവിടെ ആഗോള സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലും എല്ലാം കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ LDFിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുക, എല്ലാവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, പട്ടിണിയില്ലാത്ത നാടായിട്ട് നമ്മുടെ നാട് മാറുക, ലോകത്ത് എവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസവും തൊഴിലും ഇവിടെ ഉറപ്പുവരുത്തുക, വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് കേരളത്തെ കുതിപ്പിക്കുക. അത്തരത്തിൽ കമ്മിറ്റഡ് ആയി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ LDFിനൊപ്പം അണിനിരക്കും. അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 3ാമത് ഭരണ തുടർച്ചയിലേക്ക് വരും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയധികം ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഗവൺമെന്റിൽ നിന്ന്. ആ പ്രതീക്ഷ നിർവഹിച്ച് തന്നെ ഈ നുണപ്രചരണങ്ങളെയും വ്യാജ വാർത്തകളെയും അതിജീവിച്ച് മുന്നോട്ട് തന്നെ ചെയ്യും LDF. വളരെ ചുരുക്കം വാക്കുകളിൽ ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ 10ൽ നിന്ന് 12 ആയില്ലേ എന്ന് ആശ്വസിച്ചുകൊണ്ട് തന്നെ, എന്നാൽ 30ൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിൽ വിജയിക്കാനാകാത്ത UDFിൻ്റെ ഒരു സ്ഥിതി നമ്മൾക്കറിയാം. അപ്പോഴും ഭരണവിരുദ്ധ വികാരം എന്ന ആത്മവിശ്വാസം എന്ന വലിയ പ്രതീക്ഷയിൽ കഴിയുന്ന UDF ഒരു ഭാഗത്തുള്ളപ്പോഴാണ് മുഖ്യമന്ത്രി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീ ജയചന്ദ്രൻ, വളരെ ക്യുക്കായി നമുക്ക് അവസാനിപ്പിക്കാം. ഒരൊറ്റ കാര്യമൊന്ന് മറുപടി പറയാനുണ്ട് വസന്തിന്. മറ്റൊന്നുമല്ല, ഈ ആശാവർക്കർമാരുടെ സമരം. വസന്ത ഒരു കാര്യം കേട്ടോളൂ. ഈ ആശാവർക്കർമാർ എന്ന് പറയുന്ന അവർ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരല്ല. അവർ ആരോഗ്യവകുപ്പിലെ സന്നദ്ധ പ്രവർത്തകരാണ്. ആ സന്നദ്ധ പ്രവർത്തകരായി നിർത്തിയിരിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ്റാണ്, കേന്ദ്ര സർക്കാരാണ്. കേരള ഗവൺമെൻറ് അവർക്ക് ഓണറേറിയം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ഓണറേറിയമാണ് ആശാവർക്കർമാർ കേരളത്തിൽ കിട്ടുന്നത്. പക്ഷേ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന ആരാണ്? യൂണിയൻ ഗവൺമെൻറ്റാണ്. ഇപ്പോഴും 3000 ഉള്ളൂ. എന്താണ് പ്രശ്നം? എവിടെയാണ്? കേന്ദ്രത്തിലാണല്ലോ പ്രശ്നം. പക്ഷേ കോൺഗ്രസിന് എവിടെയാണ് പ്രശ്നം? ഇവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഇരട്ടത്താപ്പ്.
നിങ്ങൾ ആരെയാണ് വഞ്ചിക്കുന്നത്? ഈ പാവപ്പെട്ട തൊഴിലാളികളെ. ഓക്കെ. പിന്നെ എന്തിനാണ് അവരോട് ഈ പണി ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. അവർക്കെല്ലാവർക്കും അറിയാം തങ്ങളുടെ ഏതെങ്കിലും ജീവനക്കാരില്ല സ്ഥാപനത്തിലെ, പക്ഷേ സന്നദ്ധ പ്രവർത്തകരാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ളത്. അവർക്ക് കൊടുക്കുന്ന 7,000 രൂപ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണുള്ളത്. എന്നിട്ടാണ് വസന്ത് ഇവിടെ അടക്കം എല്ലാ നേതാക്കളും പരസ്യമായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് ശരിയായ നടപടിയല്ല. പിന്നെ ശരത്തെ ഒരൊറ്റ കാര്യം, മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം ഏകപക്ഷീയമല്ല, ജനങ്ങളുടെ നിന്ന് കിട്ടുന്ന ഇമ്പാക്റ്റ് ആണത്. ആ ഭരണത്തിന് ഇമ്പാക്റ്റ് ആണ്. ആ ഇമ്പാക്റ്റ് ഇന്നത്തെ ജനവിധിയിലും തെളിഞ്ഞ് കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 പേർക്കും വളരെയധികം ഈ ചർച്ചയിൽ സഹകരിച്ചതിന് ന്യൂസ് അവസാനിക്കുന്നു.